നമ്മുടെ ഇന്നത്തെ ഒരു ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ അല്ലെ. അതായത് ഒരു റിലേഷൻഷിപ്പിൽ എങ്ങനെയാണ് ഒരു കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഒരു ഫാമിലി ബോണ്ടിങ്ങിലൊക്കെ എങ്ങനെയാണ് ഒരു കമ്മ്യൂണിക്കേഷൻ വർക്ക് ചെയ്യണത്. ഇതൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ കാണാപ്പാടം പഠിച്ചിട്ട് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് അല്ലെ. പക്ഷെ ചില കാര്യങ്ങൾ നമ്മളൊന്നും കൂടെ ഒന്ന് ഓർമ്മപ്പെടുത്താന്നുള്ള രീതിയിൽ മാത്രമാണ് എന്ത് ചെയ്യണത് നമ്മൾ ഇന്നത്തെ ഒരു സെഷൻ വെച്ചിട്ടുള്ളത്. അപ്പൊ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ നമ്മുടെ കുടുംബങ്ങളിലായാലും ഓഫീസുകളിലാണെങ്കിലും ബിസിനസ് സ്ഥാപനങ്ങളാണെങ്കിലും എവിടൊക്കെ ഒരു പ്രൊഫഷണൽ ലൈഫിലാണെങ്കിലും ഒരു ഫാമിലി ലൈഫിലാണെങ്കിലും നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കാൻ നമ്മളെ നല്ല സംസാരം സഹായിക്കാറുണ്ട് അല്ലെ. എവിടൊക്കെയാണ് പ്രശ്നങ്ങൾ നടക്കുന്നത് ആലോചിച്ച് നോക്കിയാൽ, കുടുംബത്തിലാണോ ഓഫീസിലാണോ ബിസിനസ് ഫീൽഡിലാണോ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? അവിടെ പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ നടക്കണില്ല. അവിടെ ഏതെങ്കിലും രീതിയിലുള്ള ഒരു മിസ്കമ്മ്യൂണിക്കേഷൻ അല്ലെ, എന്താ പറയാ, മിസ്അണ്ടർസ്റ്റാൻഡിങ് അല്ലെങ്കിൽ എന്താണ് സംതിങ് ഈഗോ എന്തെങ്കിലുമൊക്കെ നമ്മുടെ വാക്കുകളിലൂടെയാണ് പുറത്തേക്ക് വരുന്നത് അല്ലെ. അപ്പൊ ഈ വാക്കുകളെ നമ്മൾ ശ്രദ്ധിച്ചാല് ഒരു ഒരു സാമ്രാജ്യം തന്നെ നമുക്ക് കെട്ടിപ്പടുക്കാൻ പറ്റുന്നുള്ളതാണ്. ശരിയല്ലേ? ഒരു സാമ്രാജ്യം എങ്ങനെ നമ്മളെ സംബന്ധിച്ച് പടിപടിയായിട്ട് നമ്മൾ ഉയർന്നു പോകണമെങ്കിൽ ഈ ലോകത്തുള്ള സകല ആളുകളെയും കണക്ട് ചെയ്തിട്ട് വേണം നമ്മൾക്ക് ചവിട്ടി ചവിട്ടി മുകളിലേക്ക് പോകാൻ. അപ്പൊ ആളുകളെ ഇങ്ങനെ കണക്ട് ചെയ്യുക എന്ന് പറഞ്ഞ ഈ ഒരു പ്രോസസ്സാണ് ശരിക്കും പറഞ്ഞ കമ്മ്യൂണിക്കേഷൻ. ആളുകള് ബന്ധങ്ങൾ ഉണ്ടാക്കിയിട്ട് പോകണം. പണ്ടൊക്കെ പലരൊക്കെ വിചാരിച്ചിട്ടുള്ളത് എന്താണ്, നമ്മളുടെ കുടുംബം, നമ്മുടെ കുട്ടികൾ, ആ ഒരു സർക്കിളിൽ നിന്ന് നമുക്ക് പുറത്ത് കടക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ അതിന്റെ ആവശ്യമില്ല എന്ന് വിചാരിച്ചു കൊടുത്ത് നമ്മളൊരു സോഷ്യൽ ജീവിയാണ് അല്ലെ. ഒരു സോഷ്യൽ അനിമൽ എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ സമൂഹത്തിനോട് ഒരുപാട് കടമകളുണ്ട്, ഉത്തരവാദിത്തങ്ങളുണ്ട്, സഹജീവികളോട് നമുക്ക് കരുണ കാണിക്കാനുണ്ട്, അവരുടെ ആവശ്യങ്ങളും അവരുടെ സന്തോഷങ്ങളും എല്ലാം നമ്മൾ ഷെയർ ചെയ്യപ്പെടേണ്ടതാണ്. അതിലൊക്കെ നമുക്ക് റോളുണ്ട്. ഇതുവരെ നമ്മൾ കണ്ട കാര്യങ്ങളൊന്നുമല്ല. ഇതുവരെ നമ്മൾ വിചാരിച്ചിരുന്നത് നമ്മളെ കുടുംബം, നമ്മളുടെ വീട്, നമ്മളുടെ മക്കള്, നമ്മുടെ ഹസ്ബൻഡ്, നമ്മുടെ മാതാപിതാക്കൾ, അതിനപ്പുറത്തേക്ക് ഒരു സർക്കിളിലേക്ക് പോകാനായിട്ട് പലപ്പോഴും പല സ്ത്രീകൾക്കും ആഗ്രഹമില്ല, അതിനുവേണ്ടി ശ്രമിക്കാറുമില്ല. പക്ഷെ നമ്മൾ അങ്ങനെയല്ല അല്ലെ. നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ ജീവിക്കുന്ന നമ്മുടെ സമൂഹത്തിനോട് ഉത്തരവാദിത്തമുള്ളത്. കാരണം ഇന്നൊരു ചായ വെക്കണമെങ്കിൽ എനിക്ക് എന്ത് വേണം? ഒരു ചായപ്പൊടി അല്ലെ, അല്ലെങ്കിൽ ഒരു പഞ്ചസാര, അല്ലെങ്കിൽ ഒരു പാല്, ഇതൊക്കെ എനിക്ക് കിട്ടുന്നത് സമൂഹത്തിൽ നിന്നാ. എനിക്ക് വെറുതെ ഇതൊന്നും ഉണ്ടാക്കി സ്വയം അത് പാകപ്പെടുത്താൻ അറ്റ്ലീസ്റ്റ് ഒരു കുഞ്ഞി ചായ പോലും നമുക്ക് ഉണ്ടാക്കാനായിട്ട് ഒറ്റയ്ക്ക് പറ്റാത്ത ആളുകളാണ് നമ്മൾ. ഇനിയിപ്പോ ഭക്ഷണ സാധനങ്ങളായിക്കോട്ടെ, പുറത്തുനിന്നൊക്കെ കിട്ടുന്ന അല്ലെ, മാംസമായാലും മത്സ്യമായാലും അതുപോലെ മറ്റ് സസ്യലതാദികളായിക്കോട്ടെ, ഏത് തരത്തിലുള്ള പഴങ്ങളായിക്കോട്ടെ പച്ചക്കറികളായിക്കോട്ടെ, ഇതൊന്നും നമുക്കൊറ്റയ്ക്ക് കൃഷി ചെയ്ത് നമുക്കൊറ്റയ്ക്ക് ഇതാക്കി ചെയ്യാൻ പറ്റില്ല. ഇനി ഓരോ ജീവികളെ എടുത്തു കഴിഞ്ഞാലും അല്ലെ, നമ്മളിപ്പോ ചീഞ്ഞളിഞ്ഞ സാധനങ്ങളും കേടുവന്ന സാധനങ്ങളും ഒക്കെ നമ്മുടെ ഈ ഒരു സമൂഹത്തിൽ കാക്കകളും ഉറുമ്പുകളും അതുപോലുള്ള മറ്റ് ജീവികളൊക്കെ നമ്മുടെ സമൂഹം അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടിനെ അവരുടെ കർത്തവ്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് നമ്മൾക്ക് ശുദ്ധമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിലും ജീവിക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ജീവികളോടും ചെടികളോടും മരങ്ങളോടും മനുഷ്യരോടും അല്ലെ, ഓരോരുത്തരോടും കടമകൾ നിർവഹിച്ചിട്ടേ നമുക്കിവിടെ ജീവിക്കാനും മരിക്കാനും പറ്റുള്ളൂ. ഇതൊരു വലിയ സത്യമാണ്. ഇത് മനസ്സിലാക്കാതെ ജീവിച്ച് മരിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളൊക്കെ പിന്നെ പ്രത്യേകിച്ച് ജീവിക്കേണ്ട കാര്യമില്ല. ജീവിക്കാനേ അവർക്ക് അർഹതയില്ല എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. മനസ്സിലായോ? അപ്പൊ നമ്മൾ അത്രയ്ക്കും നമ്മളൊരു എന്താണ് കണക്ഷൻ ബിൽഡ് ചെയ്തിട്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാനായിട്ട്. അപ്പൊ ഈ കണക്ഷൻ ബിൽഡ് ചെയ്യാനുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയണത് അല്ലെ. നമ്മുടെ കണക്ഷൻ എവിടുന്നാ തുടങ്ങണേ? നമ്മുടെ കുടുംബത്തിൽ നിന്ന് തുടങ്ങും അല്ലെ. നമ്മുടെ കുടുംബത്തിൽ നിന്ന് നമ്മുടെ ഇത് തുടങ്ങും. രണ്ട് ബന്ധങ്ങൾ തമ്മിലുള്ള ഒരു ലൈഫ് ലൈനാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് അല്ലെ, അത് അത്രയ്ക്കും എന്താണ് ജീവന്റെ വിലയുണ്ട് അല്ലെ. ജീവനാടി പോലെയാണ് ശരിക്കും രണ്ട് ആളുകൾ തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ, അവരുടെ ബന്ധത്തെ ഉണ്ടാക്കുന്നത് എന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. അതായത് നമ്മുടെ വീട്ടുകളിൽ നിന്ന് തുടങ്ങാം. വെറുതെ ഇങ്ങനെ വല്ലാണ്ട് തല പോകേണ്ട കാര്യങ്ങളൊന്നും ഞാൻ പറയണില്ല. നമ്മുടെ വീട്ടിൽ നിന്ന് എക്സാമ്പിൾ പറയാം. നമ്മുടെ വീട്ടില് ഒരു ഗസ്റ്റ് വന്നു. ഈ ഗസ്റ്റ് വന്നപ്പം മക്കള് പഠിക്കണ കുട്ടി, ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ടുള്ളതാ. കുട്ടി മുകളിലെ നിലയിൽ ഇരുന്നിട്ട് പഠിക്കുന്നുണ്ട്. കുറെ സമയം മോളെ വിളിച്ചുകൊണ്ട് മുകളിലേക്ക് കയറി വരുന്നു. നീ അവിടെ എന്തെടുക്കാ? എത്ര നേരമായി നിന്നെ വിളിക്കണേ? അവിടെ കുറെ പേര് ഗസ്റ്റ് വന്നിട്ട് കണ്ടില്ലേ? എത്ര നേരമായി നിന്നെ വിളിക്കണേ? നീ എന്തൊട്ട് ഇവിടെ കാണിക്കണേ? അപ്പൊ ഞാൻ അവിടെ പഠിക്കാണ്. നീ ഇവിടെ പഠിച്ച് മലം മറിക്കാൻ നിൽക്കുക? ഇത് ഇത്ര വലിയ കാര്യം? അവിടെ ഒരാൾ വിളിച്ചത് കേട്ടില്ലേ? നിങ്ങൾക്ക് വന്നൂടെ എന്നൊക്കെ ചോദിക്കണ സമയത്ത് അല്ലെ, നമുക്കൊരു ഒരു റെസ്പെക്ട് ഇല്ല അല്ലെ. ഒരു കുട്ടി അവളുടെ ഉത്തരവാദിത്തം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ പെരുമാറുന്ന രീതി, നമ്മൾ പുറത്ത് പലരോടും നല്ല രീതിയിൽ ബിഹേവ് ചെയ്യുമ്പോൾ നമ്മുടെ കുടുംബത്തിൽ നമ്മൾ ജീവിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ബിഹേവ് ചെയ്യുന്ന രീതി വളരെ മോശം. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും? അപ്പൊ ആ കുട്ടിക്ക് എന്താണ്? ആ കുട്ടിക്ക് സ്വയം തന്നെ ഒരു വില തോന്നാത്ത വിധത്തിലും, സ്വന്തം പിതാവിനോട് വില തോന്നാത്ത വിധത്തിലും, വന്ന ഗസ്റ്റുകളോട് വില തോന്നാത്ത വിധത്തിലും ക്യാരക്ടറിന്റെ രൂപീകരണം നടക്കോടെ. അതേസമയം ഇതിനൊന്നും മാറ്റി പിടിച്ചിട്ടാണ് വന്നു. അറിയാലോ, കുട്ടി മുകളിലുണ്ട്, പഠിക്കണ കുട്ടിക്ക് ശ്രദ്ധ പുറത്തേക്ക് കിട്ടില്ല. ഇത് നമ്മളുടെ വിശാലമായിട്ടുള്ള ചിന്ത. അച്ഛൻ വന്നു, അകത്തേക്ക് വന്നു. ആ മോളെ നീ എന്തെടുക്കാ? ഞാൻ പഠിക്കാം. മോളെ, നമ്മുടെ ആ ഒരു ബന്ധത്തിൽ ആ ഒരു ആള് വന്നിരിക്കുന്നു. മോള് പഠിക്കാണല്ലേ? എന്താ അപ്പൊ ഞാൻ അവരോട് എന്താ പറയണ്ടേ? ആ ഒരു മ്യൂച്വൽ റെസ്പെക്റ്റിൽ ചോദിക്കുന്ന സമയത്ത് അത് കുഴപ്പമില്ല, ഞാൻ വരാം, താഴത്തോട്ട് ഞാൻ വരാം, ഞാനിപ്പോ വരാം, ഒരു മിനിറ്റ് ബുക്ക് ഒന്ന് സെറ്റ് ആക്കിയിട്ട് ഞാനിപ്പോ വരാം. അവിടെ കുട്ടി പഠിക്കുന്ന ഒരു ശീലമുണ്ട് അല്ലെ. നമ്മുടെ മാതാപിതാക്കളിൽ നിന്ന് നമ്മൾ പഠിക്കുന്ന ഒരു മര്യാദയുടെ ഭാഷ, അതിന്റെ ടോൺ വ്യത്യാസം വന്നപ്പോ കാര്യം മാറിപ്പോയി.
ക്യാരക്ടറോടെ രൂപീകരിച്ചു. ഗസ്റ്റുകളോട്, വീട്ടിൽ വരുന്ന ഗസ്റ്റുകളോട്, അത് ആരും ആയിക്കോട്ടെ, നമ്മുടെ എത്ര ഡിസ്റ്റന്റ് റിലേറ്റീവ് ആണെങ്കിൽ പോലും മനുഷ്യനെ വില കൽപ്പിക്കുന്ന ആ ഒരു സ്വഭാവം കുട്ടി പഠിച്ചു അല്ലെ. അതുപോലെ തന്നെ മാതാപിതാക്കളോട്, അതായത് കൊടുക്കുന്നതേ കിട്ടുള്ളൂ എന്ന് പറഞ്ഞ പോലെ ഗീവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട് എന്നാ. ആദ്യം കൊടുക്കണം നമ്മള്. ഞാനിത് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ മക്കൾ പറയും ആദ്യം എടുത്തിട്ട് പിന്നെ കൊടുക്കാന്ന്. അത് നടക്കൂല ഞാൻ പറയും. അതെങ്ങനെ ശരിയാവും? ആദ്യം ഇങ്ങോട്ട് അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് കൊടുക്കാന്ന് പറഞ്ഞു. അതങ്ങനല്ല. ആദ്യം നമ്മൾ കൊടുത്താലേ നമുക്ക് തിരിച്ചു കിട്ടുള്ളൂ. കിട്ടണം എന്നുള്ളവര് കൊടുക്കണം എന്നാണ്. അപ്പൊ അത് അവിടെ ഒരു ടോൺ വ്യത്യാസം വന്നപ്പോൾ അവിടെ ഒരു കമ്മ്യൂണിക്കേഷന്റെ ഒരു പ്രശ്നമാണ് അല്ലെ. ഇപ്പൊ പല കുടുംബങ്ങളും പല പേരൻസും ഒക്കെ പറയുന്നുണ്ട്, പറഞ്ഞാൽ കേൾക്കാത്ത മക്കള്, അനുസരണ ഇല്ലാത്ത മക്കള്, നമ്മളൊരു വില വെക്കാത്ത മക്കള്, ഇങ്ങനെയൊക്കെ വാശി പിടിച്ച് പോണ കുറെ ഇവിടെ ഒക്കെ നഷ്ടപ്പെടുന്നത് നല്ല ബെറ്റർ കമ്മ്യൂണിക്കേഷൻ ആണ്. ആ നല്ല ബന്ധങ്ങളാണ് നഷ്ടപ്പെടുന്നത്. നമ്മൾ പറയുന്ന വാക്കുകളിലെ എന്താണ് ഒരു ടോണാണ് അല്ലെ ഇവിടെ നഷ്ടപ്പെടുന്നത് അല്ലെ. അതുപോലെ തന്നെ നമ്മൾ ആ മുഖത്തെ എക്സ്പ്രഷൻ ആണ്. നമുക്കൊരു ഫേഷ്യൽ എക്സ്പ്രഷൻ ഉണ്ട് അല്ലെ. അതുപോലെ നമുക്കൊരു ബോഡി ലാംഗ്വേജ് ഉണ്ട്. അതിനകത്ത് കാരുണ്യവും അതുപോലെ സ്നേഹവും അതുപോലെ ഒരു എന്താ പറയാ ഒരു സൗഹാർദ്ദം, ഒരു ഫ്രണ്ട്ഷിപ്പ്, ഇതൊക്കെ കൊണ്ടാണ് നമ്മൾ ഒരാളോട് ഒരു കാര്യം പറയണമെന്നുണ്ടെങ്കിൽ അയാൾക്ക് അത് തട്ടിക്കളയാൻ പറ്റുമോ? അത് മക്കളായിക്കോട്ടെ, ആയിക്കോട്ടെ, നമ്മുടെ പാരന്റ്സ് ആയിക്കോട്ടെ, നമ്മൾ ആ പറയുന്ന ആ ഒരു രൂപം, നമ്മുടെ സംസാരം, അതിനകത്തുള്ള ഒരു ടോണ്, അതുപോലെ തന്നെ നമ്മുടെ മുഖത്തെ എക്സ്പ്രഷനും നമ്മുടെ ബോഡി ലാംഗ്വേജും, നമുക്കൊരു ഇന്റൻഷൻ ഉണ്ട് അല്ലെ, ഒരു ഉദ്ദേശം ഉണ്ട് അല്ലെ. എന്താണ് ഉദ്ദേശം? നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് എനിക്ക് മൂവ് ചെയ്യണം എന്നുള്ള നല്ല ഉദ്ദേശമുണ്ട് എന്റെ കയ്യിൽ. അപ്പൊ അതെങ്ങനെയാ ഒരാൾക്ക് തട്ടിക്കളയാൻ പറ്റുക? അപ്പൊ ഇത്രയ്ക്ക് വാല്യുബിൾ ആയിട്ടുള്ള ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം നമ്മുടെ ആശയവിനിമയത്തിൽ നിന്ന്. മനസ്സിലായോ? ഞാൻ വളരെ ഈസി ആയിട്ട് പറഞ്ഞു പോയ സാധനം നിങ്ങൾക്ക് പോയിന്റ് ഔട്ട് ചെയ്യാൻ പോലും പറ്റില്ല. കാരണം എന്താണ്, അതിന്റെ ഇടയിൽ കൂടെ പോയിന്റ് ഔട്ട് ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ നമ്മളൊരു കമ്മ്യൂണിക്കേഷനിൽ ആ ഒരു സ്വരത്തിനും ആ ഒരു മുഖത്തെ എക്സ്പ്രഷനും നമ്മുടെ ബോഡി ലാംഗ്വേജിനും ഒക്കെ പ്രാധാന്യമുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഉദ്ദേശത്തിനും പ്രാധാന്യം ഉണ്ട് എന്നുള്ള 4 പോയിന്റ് അവിടെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. നമ്മളിങ്ങനെ ഒരു ജീവിക്കുകയാണ് അല്ലെ. ഇവിടെ ജീവിതത്തിൽ ഇനി പാഠം പഠിക്കലൊന്നും ഇല്ല. നമ്മളിങ്ങനെ ആലോചിച്ചാൽ മനസ്സിലാവുന്ന കാര്യമുള്ളൂ, അല്ലാണ്ട് ഇത് കാണാതെ പഠിക്കേണ്ട കാര്യങ്ങളൊന്നുമല്ല. ഇനി ഞാൻ വേറൊരു ഉദാഹരണം പറയട്ടെ. അതായത് ഇപ്പൊ ജോലി കഴിഞ്ഞിട്ട് ഓഫീസിൽ നിന്ന് വീട്ടിലേക്ക് വരുന്ന ഭർത്താവ്, ഇവിടെ ഒരു ഗസ്റ്റ് വന്നിട്ടുണ്ട് വീട്ടില്. ഭാര്യ വിളിച്ച് പറഞ്ഞു പാല് മേടിക്കണം. വീട്ടിലെത്തുന്ന സമയത്ത് സത്യത്തിൽ ഭർത്താവ് അത് മറന്നുപോയി. 1-2 കാര്യങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ പാല് മേടിക്കാൻ മറന്നുപോയി. അപ്പൊ ഈ ഭാര്യ പെട്ടെന്ന് എന്താണ്, അയ്യോ പാലില്ലാണ്ട് ചായ തിളപ്പിക്കുന്നത് എങ്ങനെ എന്നുള്ള ഒരു സങ്കടകരമായിട്ടുള്ള ഒരു അവസ്ഥ പെണ്ണിനുണ്ട്. മനസ്സിലായോ? പക്ഷെ സ്വാഭാവികമായിട്ടും ചില ആളുകൾ സംസാരിക്കുക, അതായത് നമ്മുടെ മനസ്സിലുള്ള ആശയങ്ങളെ പുറത്തേക്ക് കൊണ്ടുവരാനായിട്ട് പ്രോപ്പറായിട്ട് അറിയാതെ, അല്ലെങ്കിൽ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ, ഞാൻ എന്ത് പറഞ്ഞാലും എന്താണോ പറയുന്നത് അത് നിങ്ങൾ മറക്കും. എന്തെന്നാണ് വല്ലാത്ത ഓർമ്മ തന്നെ. ഇത് വേറൊരാളുടെ മുന്നിൽ വെച്ചിട്ടോ അല്ലാതെയോ നമ്മൾ പറഞ്ഞാലത്തെ ഒരു കാര്യം ഒന്ന് ആലോചിച്ച് നോക്കും. നമ്മുടെ ഒരു സ്റ്റൈലാണ് കേട്ടോ, സ്റ്റൈൽ ഓഫ് ടോക്കിങ്ങിന്റെ ഒരു കളിയാക്കുക, ഒരു പുച്ഛിക്കുക, അല്ലെങ്കിൽ അതിന്റെ ഒരു ടോണൊന്ന് മാറ്റിയപ്പോഴത്തെ കാര്യം എന്താ സംഭവിച്ചത്? അതേസമയം എടോ ഗസ്റ്റ് വന്നിരിക്കാം, പാലില്ലാണ്ട് ഇനി എന്ത് ചെയ്യും? അതീന്ന് കിട്ടണ ഒരു എനർജിയിൽ ആൾ ചിലപ്പോൾ പറയും ഞാൻ പോയി പാല് വാങ്ങിച്ചിട്ട് വരാന്ന്. നമ്മളിങ്ങനെയാണ് മക്കളൊക്കെ ഡീൽ ചെയ്യണത്. മനസ്സിലായി? ഇതൊരു നമ്മളുടെ അവസ്ഥ. അതേസമയം എന്ത് പണിയാണ് നീ കാണിച്ചത്, ഇവിടെ ഗസ്റ്റ് വന്നിരിക്കാൻ കാണില്ല, ഞാൻ മര്യാദയ്ക്ക് പറഞ്ഞതല്ലേ, നിങ്ങൾക്ക് അതൊന്ന് ചെയ്താൽ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു അത്യാവശ്യ നേരത്തെ നിങ്ങൾക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. ഈ രീതിയിലാണ് നമ്മൾ പൊട്ടിത്തെറിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും അവിടെ? അതാണ്. അപ്പൊ കേൾക്കുന്ന ആൾക്ക് എന്താണ് അത് കൺവേ ചെയ്യാൻ പറ്റില്ല. ഞാൻ എന്തുദ്ദേശിച്ചിട്ടാ സത്യത്തിൽ വൈഫിന് പാലില്ലാത്തന്റെ വേവലാതിയാണ് കാണിച്ചത്. ഇങ്ങനെയാണോ കാണിക്കുക? മനസ്സിലെ പ്രയാസമാണ്. നമുക്ക് ഈ ലോകത്ത് ഒരാളെയും കുറ്റം പറയാൻ പറ്റില്ല. പെരുമാറുന്ന രീതി, അവരുടെ ഉള്ളിലുള്ള പ്രയാസത്തെ പുറത്ത് കൊണ്ടുവന്ന രീതിയാണിത്. ഈ രീതിയെ മാറ്റിപ്പിടിക്കാൻ നമ്മൾ എന്ന് പഠിക്കുന്നോ അന്ന് നമ്മൾക്ക് ഈ പറഞ്ഞ കണക്ഷൻസ് ശരിയാവും. ആദ്യം വീട്ടിൽ കണക്ഷൻ, അത് കഴിഞ്ഞ സമൂഹത്തിൽ കണക്ഷൻ, അത് കഴിഞ്ഞ് ഈ വേൾഡ് മൊത്തത്തിലേക്ക് നമ്മുടെ കണക്ഷൻ വ്യാപിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് നമുക്കൊക്കെ വളരാൻ പറ്റും. അപ്പൊ എന്തോരം പ്രാധാന്യമുണ്ട് ഒരു ആശയവിനിമയത്തിനൊന്ന് ആലോചിച്ച് നോക്കിയേ. മനസ്സിലായോ? അപ്പൊ നമ്മളൊരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ ഒരാള് പറയാനും മറ്റൊരാൾ കേൾക്കാനും ഉണ്ട് അല്ലെ. അപ്പൊ പറയുന്ന ആളുടെ കാര്യങ്ങൾ നമ്മൾ ഏകദേശം മനസ്സിലായി, എങ്ങനെയാണ് പറയേണ്ടതെന്ന് ഇപ്പൊ ഒരു പിടികിട്ടിയില്ലേ. അതായത് നമ്മുടെ ടോൺ ശ്രദ്ധിക്കണം, നമ്മുടെ ഉദ്ദേശത്തിന് ഭയങ്കര പ്രാധാന്യമുണ്ട്. നേരത്തെ ഉദ്ദേശം തെറ്റിദ്ധരിക്കപ്പെട്ടു. ആൾക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുതരം എനർജി ഡൗൺ ആയിട്ടുള്ള ഒരു ഫീൽ ആയിരിക്കും. നമ്മളൊന്ന് ആലോചിക്കുക, വീട്ടില് കടയിൽ പോയിട്ട് സാധനം മേടിക്കും, മോനെ മീൻ മേടിച്ചിട്ട് വാട്ടോ. വീട്ടിൽ നിന്ന് മീൻ മേടിച്ചിട്ട് വന്ന കുട്ടിയോട് പറയും ഇതാ കിട്ടിയത്, നിനക്ക് ഇതിനൊക്കെ വലുതുണ്ടെങ്കിൽ മേടിക്കായിരുന്നില്ലേ, അല്ലെങ്കിൽ നിനക്ക് മറ്റേത് മേടിക്കായിരുന്നില്ല, ഇതിന് വില കൂടുതലാന്ന് പറഞ്ഞൂടെ, അപ്പൊ ഇതിനൊക്കെ കുറഞ്ഞത് എന്താ മേടിക്കാഞ്ഞ്? അപ്പൊ ആ ഒരു സെക്കൻഡിൽ ആ കുട്ടിയുടെ എനർജി ലോ ആയി. പിന്നെ ആ കുട്ടിക്ക് അവിടെ നിന്ന് എടുത്ത് പൊന്തണമെങ്കിൽ നമ്മളല്ലാണ്ട് വേറൊരാൾക്കും അവനെ പൊക്കാൻ പറ്റില്ല. അപ്പൊ നമ്മുടെ ടോണുകൾ വളരെയധികം അപ്പുറത്ത് നിൽക്കുന്ന ആളുകളെ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദി നമ്മൾ മാത്രമായിരിക്കും. അപ്പൊ നമ്മളോട് ഒരാൾ നന്നായി ബിഹേവ് ചെയ്യണില്ല, നമ്മളോട് ഒരാൾ നന്നായിട്ട് ഇതാവണില്ല എന്നൊക്കെ നമ്മൾ കംപ്ലൈന്റ് ചെയ്യുമ്പോൾ അതിന്റെ മൂല കാരണം ആരായിരിക്കും? നമ്മളായിരിക്കും. അത് വല്ലാത്തൊരു പോയിന്റാണ്. അത് തിരിച്ചറിയാൻ നമുക്ക് പറ്റിക്കഴിഞ്ഞാൽ നമ്മൾക്ക് എന്താണ്, ഞാൻ പറയാം, നമ്മളിപ്പോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു ഒരു കാര്യം വരുമ്പോ ഇപ്പൊ പാല് കൊണ്ടുവരാത്ത സമയത്ത് നമ്മൾക്ക് എന്താണ് സ്ട്രെസ് ഫീൽ ചെയ്തു അല്ലെ. സ്ട്രെസ് ഫീൽ ചെയ്യുമ്പോൾ നമ്മളോട് എന്ത് ബിഹേവ് ചെയ്യാനാ പറഞ്ഞിരിക്കണത്? ശ്വാസം ഒന്ന് എടുക്ക്, കാമാവ്. എന്താണ് ഇപ്പൊ പാൽ ചായ കുടിച്ചില്ലെങ്കിൽ ഗസ്റ്റ് മരിച്ചു പോവോ? ഇവിടെ എന്തിനാണ് ഒരു ലൈഫ് കളയണേ നമ്മള്?
ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മളൊന്ന് ശ്വാസം മുകളിലേക്ക് എടുത്ത് ഒന്ന് റിലാക്സ്ഡ് ആവണം, ഒരു സെക്കൻഡ് റിലാക്സ്ഡ് ആവണം. സ്ട്രെസ് കിട്ടിയില്ലേ സ്പോട്ടിൽ, നമ്മളൊന്ന് ബ്രീത്ത് എടുത്തു, കാം കൂൾ, ഒന്നുമില്ല, പാലില്ലെങ്കിലും കുഴപ്പമില്ല. എടോ പാലെടുക്കാൻ മറന്നു, ഞാൻ കട്ടൻ ചായ ഉണ്ടാക്കട്ടെ എന്ന് ഗസ്റ്റിനോട് ചോദിച്ചാല് ഗസ്റ്റ് വേണ്ടാന്ന് പറയോ? ഇവിടെ ഇത്രേ ഉള്ളൂ പ്രശ്നം. അല്ലെങ്കിൽ നമ്മുടെ ആ ടോൺ ഒന്ന് മാറ്റി പിടിക്കും. നമുക്ക് എടോ പാല് കിട്ടായിരുന്നെങ്കിൽ വലിയ ഉപകാരമായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹസ്ബൻഡ് തന്നെ പോയി വാങ്ങിച്ചിട്ട് വരും. അപ്പൊ ഇവിടെ പ്രശ്നങ്ങൾ തീർക്കാനും പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യാനും ഒക്കെ ഉത്തരവാദി നമ്മൾ മാത്രം. മനസ്സിലായോ? അപ്പൊ നമ്മൾ എങ്ങനെ പറയണ്ടേ എന്നുള്ളത് മനസ്സിലായി. ഇനി നമ്മൾ എങ്ങനെ കേൾക്കേണ്ടത്? ബെസ്റ്റ്. ഈ പാലില്ല എന്ന് പറഞ്ഞ് ഷൗട്ട് ചെയ്ത ഹസ്ബൻഡ് തിരിച്ചെങ്ങനെയായിരിക്കും പ്രതികരിക്കുക? മനസ്സിലായോ? അപ്പൊ അവിടെ ഒരു കുടുംബം, വീട്ടിലെ താളപ്പിഴകള്, പ്രശ്നങ്ങളുടെ ഒക്കെ കാരണങ്ങള് എവിടെ നിന്നാണ്? ആരെങ്കിലും ഒരാൾ തിരി കൊളുത്തിയിട്ടുണ്ടാകും. എന്തിനാ തിരി കൊളുത്തണേ? ഒരു കാര്യമില്ലാത്ത കാര്യത്തിന് അല്ലെ. അറിയില്ല നമ്മൾക്ക് എങ്ങനെ ബിഹേവ് ചെയ്യണ്ടേന്ന്. എന്ത് കഷ്ടാണ് അല്ലെ ചില കുടുംബങ്ങളിൽ ഈഗോ. ഇപ്പൊ ഏറ്റവും എക്സാമ്പിൾ ഇപ്പൊ ഒരു സുലൈഖ മൻസിൽ എന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ടായില്ലേ, അതിനകത്ത് ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് പറയാനായിട്ട് ഗ്യാപ്പില്ല. രണ്ടുപേർക്കൊന്ന് അവരുടെ മനസ്സിലുള്ളത് പറയാനൊരു അവസരം ഇല്ലാത്തതിന്റെ പേരിൽ ഒരു കല്യാണത്തിന്റെ തലേദിവസം കല്യാണം നടക്കില്ല എന്നുള്ള ഒരു സാഹചര്യത്തിലേക്ക് എത്തി. എന്തുണ്ടായേ? പെണ്ണ് കാണാൻ വന്നിട്ടില്ല ഇതുവരെ. ചെക്കൻ അതാണ് ഇതുവരെ പെണ്ണിനോടൊന്നും നേരിട്ട് സംസാരിച്ചിട്ടില്ല, എന്നെ ഇഷ്ടാണോ എന്ന് ചോദിച്ചിട്ടില്ല. അതിന്റെ ബേജാറാണ് ചെക്കന്റെ മനസ്സിൽ. പെണ്ണിനാണെങ്കിൽ ഒരു കുഴപ്പമില്ല, ഈ കല്യാണം എന്റെ വീട്ടുകാർ നടത്തുന്ന കല്യാണം 100% സന്തോഷത്തോടും സമാധാനത്തോടു കൂടി ഞാൻ ആക്സെപ്റ്റ് ചെയ്തു എന്നിരിക്കണ പെണ്ണ്. ഇത് രണ്ടോളം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പറയണ്ടേ? പറയാത്തിടത്തോളം കാലം ഇവിടെ എന്താണ് മിസ്അണ്ടർസ്റ്റാൻഡിങ് വരാണ്, പ്രശ്നം വരാണ് അല്ലെ. അപ്പൊ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന ഒരു സമയം അവിടെ ഒരു ഈഗോടെയോ അവിടെ വേറൊരു കാര്യത്തിനോ ആവശ്യമില്ല എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ കേൾവിക്കാരനാകുന്ന സമയത്ത് നമ്മൾക്കൊക്കെ പറ്റുന്ന ഒരു അബദ്ധം എന്താണെന്നറിയോ? ഇപ്പൊ നമ്മളിപ്പോ ഒരാളോട് ഒരു കാര്യം നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ആൾക്ക് എന്ത് മറുപടി പറയും എന്നാലോചിച്ച് നിൽക്കുന്ന ഒരു സംഭവം ഉണ്ട്. അപ്പൊ ആൾ എന്താണ് യഥാർത്ഥത്തിൽ പറയുന്നത്, അയാളുടെ ഉള്ളിലുള്ള ഫീലിംഗ് എന്താണ്, എന്തുദ്ദേശിച്ചാണ് ആൾ പറയണത് എന്നോ ആളുടെ ഇമോഷണൽ ആയിട്ടുള്ള അയാളുടെ ഒരു സ്റ്റേറ്റ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താണെന്നോ നമുക്ക് മനസ്സിലാവില്ല. കാരണം ഇയാൾക്ക് എന്ത് മറുപടി കൊടുക്കും എന്നാണ് നമ്മൾ ആലോചിക്കണത്, എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്ന ആലോചിക്കണത്, എങ്ങനെ എന്റെ ഇടയിൽ കയറി പറയുന്നതാണ് ഞാൻ ആലോചിക്കുക അല്ലെ. അങ്ങനെയാണ് നമ്മളുടെ ഒക്കെ കമ്മ്യൂണിക്കേഷൻ സ്റ്റൈൽ എന്ന് പറഞ്ഞത്. ലിസണിംഗ് എന്ന് പറയുമ്പോൾ അയാളുടെ മുഖത്ത് വരുന്ന ഭാവങ്ങൾ, അയാളുടെ മനസ്സിൽ വരുന്ന ഓരോ ചിന്തകൾ അല്ലെ, അതുപോലെ ആളുടെ കണ്ണിൽ വരുന്ന വികാരങ്ങള്, ഇതൊക്കെ ആളുടെ തൊണ്ടയിലെ ഇടർച്ചകള്, ആള് പറയുന്ന ഓരോ കാര്യങ്ങളിലും പോസിറ്റീവായിട്ടാണോ നെഗറ്റീവായിട്ടാണോ പറയണത്, ഇതൊക്കെ നമ്മൾ അവരെ ശ്രദ്ധിക്കുന്ന സമയത്ത് മാത്രമേ നമ്മൾക്കിത് മനസ്സിലാവുള്ളൂ. അപ്പൊ ഒരു ലിസണർ എപ്പോഴും കംപ്ലീറ്റ് കേട്ടിട്ടേ മറുപടി പറയാവൂ. അവരുടെ ആ ഒരു ഇമോഷണൽ സ്റ്റേറ്റിനെ മനസ്സിലാക്കിയിട്ട് അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം ഒരാൾ കേൾക്കേണ്ടത്. ഓക്കെ. അപ്പൊ അവരുടെ കണ്ണിൽ നോക്കിയിട്ട് ഐ കോണ്ടാക്ട് ഭയങ്കര നിർബന്ധമാണ് അല്ലെ. ഒരാൾ ഇത് പറയാണ് കേട്ടോ ഇപ്പൊ എന്നോട്, ഇപ്പൊ രമ്യ മാഡം വീട്ടിലെ കാര്യങ്ങളൊക്കെ പറയണ സമയത്ത് ഞാനിങ്ങനെ അങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി, അല്ലെങ്കിൽ ഇപ്പൊ എന്താ പറഞ്ഞേ, ഇപ്പൊ ഫോണിലാണെങ്കിൽ നമ്മളിങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും നമ്മളുടെ ഒരു മാനസികാവസ്ഥ എന്തായിരിക്കും? നമ്മളത് കറക്റ്റ് ആയിട്ട് നേർക്ക് നേരെയാണെങ്കിൽ കണ്ണീ നോക്കിയിട്ട് നമ്മുടെ മുഖത്തെ എക്സ്പ്രഷനിൽ കൂടെ നമ്മളത് മനസ്സിലാക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കണം. ഒരു ഷുവറിറ്റി കൊടുക്കണം. ഇതല്ലേ നീ പറഞ്ഞത്, ഇതല്ലേ, കുഴപ്പമില്ല, അങ്ങനെ. അതായത് നമ്മളത് റിപ്പീറ്റ് ചെയ്ത് ഒരു കൺഫർമേഷൻ കൊടുക്കുന്ന സമയത്ത് അപ്പുറത്ത് നിൽക്കുന്ന ആൾക്ക് കിട്ടുന്ന ഒരു ട്രസ്റ്റ് ഉണ്ട്, അപ്പുറത്ത് നിൽക്കുന്ന ആളുകൾക്ക് ഉണ്ടാകുന്ന ഒരു ഇമോഷണൽ സേഫ്റ്റി ഉണ്ട്. എന്റെ വിഷമം പറയാൻ പറ്റിയ സേഫസ്റ്റ് പ്ലേസ് ആണെന്നത് തോട്ടുണ്ട്. ഈ സാധനം നമ്മൾക്ക് കൊടുക്കാൻ പറ്റുന്നത് ഒന്നുകിൽ നമ്മുടെ എക്സ്പ്രഷനിൽ കൂടെ, അല്ലെങ്കിൽ നമ്മൾ ഫോണിലാണെങ്കിൽ നമ്മൾ തിരിച്ച് അതേ സെൻസോട് കൂടിയിട്ട് അതേ വികാരത്തോടു കൂടി, അതായത് അവര് സങ്കടത്തോടു കൂടി ഒരു കാര്യം പറയുമ്പോ ഞാൻ ചിരിച്ചോണ്ട് മറുപടി പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? അപ്പൊ നമ്മുടെ ഓൺ ഇമോഷൻസിനും നമുക്ക് അവിടെ പ്രാധാന്യം ഉണ്ടെന്ന് മനസ്സിലായോ ഒരാളോട് സംസാരിക്കുമ്പോൾ. അപ്പൊ അങ്ങനെയാണ് കണക്ഷൻസ് ഉണ്ടാക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, മറ്റുള്ള ആളുകളുടെ മനസ്സിൽ എന്താണെന്ന് അറിയാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്കത് അവർക്കുള്ള മറുപടി കൊടുക്കാൻ പറ്റില്ല. പലപ്പോഴും പലരും ഇതുപോലെ പാസീവായിട്ട് ഒരു കോൺവെർസേഷൻ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ശ്രദ്ധ ഇല്ലാതെ, അല്ലെങ്കിൽ എന്താണ് ഇതുപോലെ മറ്റുള്ള കാര്യങ്ങളിലേക്ക് ശ്രദ്ധ പോയിക്കൊണ്ട് അത്ര സീരിയസ് ആക്കി എടുക്കാണ്ടൊക്കെ എന്താണ് കമ്മ്യൂണിക്കേഷൻ ഭയങ്കര പ്രശ്നവും. നമ്മളെപ്പോഴും എന്താണ്, നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പോൾ വളരെ കോൺഫിഡന്റ് ആയിട്ട് നമുക്ക് സംസാരിക്കാം. എന്തിനാ പേടിക്കണേ? പലപ്പോഴും നമ്മൾ എന്താ അറിയോ, ചില ആളുകളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെ നീ വായ തുറക്കണത് തന്നെ കുറ്റപ്പെടുത്താനായിരിക്കും, വായ തുറക്കണത് തന്നെ വിമർശിക്കാനായിരിക്കും. അല്ലാണ്ട് ഒരാളെ സഹകരിച്ചുകൊണ്ട് പറയണത് വളരെ ചുരുക്കാണ്. നമ്മളൊക്കെ ഒരുപാട് ആളുകളെ കണ്ടിട്ടുള്ള ആളുകൾ എന്തിനും വിമർശിക്കാൻ വേണ്ടി മാത്രം വായ തുറക്കുന്ന ആളുകൾ. മനസ്സിലായോ? എന്തിനും വിമർശിക്കാൻ വേണ്ടി മാത്രം വായ തുറക്കും, അല്ലെങ്കിൽ ഒരാളെ കുറ്റപ്പെടുത്താൻ വേണ്ടി മാത്രം വായ തുറക്കും. എന്താ കാര്യം? അപ്പുറത്ത് നിൽക്കുന്നത് അതിന് ഇരയായിട്ടുള്ള ആളാണെങ്കിൽ അയാളെ ജന്മത്തിൽ അയാൾക്ക് ആ ഒരു ബന്ധം കൊണ്ടുപോകാൻ പറ്റില്ല അല്ലെ. നല്ലൊരു ബന്ധം ഉണ്ടാവില്ല, അകൽച്ച വന്നിട്ടുണ്ടാവും, ഇമോഷണലി ഒരു ഗ്യാപ്പ് വന്നിട്ടുണ്ടാവും. ആ ഒരു ഡിസ്റ്റൻസ് ഒരിക്കലും ഒരാൾക്ക് നികത്താൻ പറ്റില്ല. അപ്പൊ നമ്മളിങ്ങനെ മിണ്ടാണ്ടിരുന്നാലും മിണ്ടിയാലും കുഴപ്പ. മിണ്ടണത് എങ്ങനെയായിരിക്കണം? പോസിറ്റീവ് ആയിരിക്കണം. മിണ്ടണത് എപ്പോഴും നല്ല റെസ്പോൺസിലായിരിക്കണം. മിണ്ടാണ്ടിരുന്നു കഴിഞ്ഞാൽ അകലം വരും, മിണ്ടിക്കഴിഞ്ഞാല് അവിടെ അടുപ്പം വരും, ഒരു പാലം പണിയും. ആ പാലം എന്തായിരിക്കണം? ഭയങ്കര സ്മൂത്ത് ആയിട്ടുള്ള നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ആയിരിക്കണം എന്ന് മനസ്സിലായോ? അപ്പൊ രണ്ടുപേര് തമ്മിൽ ഇത്രയ്ക്കും വലിയ ബന്ധം ഉണ്ടാവണമെങ്കിൽ, ഈ ഒരു വാക്കുകൾക്ക് ഇത്രയ്ക്കും പ്രാധാന്യം ഉണ്ടെങ്കിൽ, ആ വാക്കുകൾ എത്രത്തോളം
ആത്മാർത്ഥമായിട്ട് നമ്മൾ ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം. ഓക്കെ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഈ പല ആളുകളും നീ അങ്ങനെ ചെയ്യരുത്, നീ അങ്ങനെ ചെയ്തു, നീ എപ്പോഴും അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ തുടങ്ങുക അല്ലെ. പക്ഷെ അതിനെ നമുക്ക് എങ്ങനെ മാറ്റി പറയാൻ പറ്റും? ആ ഒരു സംസാരത്തിന് നമുക്ക് എങ്ങനെ പറയാം, അതെ ഞാൻ വിചാരിച്ചത് നീ ഇങ്ങനെ ചെയ്യുന്നായിരുന്നു, അതെ ഞാൻ ചിന്തിച്ചത് ഇങ്ങനെയാണ്, അപ്പൊ ഇത് എന്റെ കുഴപ്പാ, അല്ലാണ്ട് അവരെ കുഴപ്പമില്ല. ഇത് ഞാൻ ചിന്തിച്ചതിന്റെ കുഴപ്പാ, ഞാൻ വിചാരിച്ചതിന്റെ കുഴപ്പാ, എനിക്ക് തോന്നിയത് അങ്ങനെ, എന്റെ തോട്ടാണ്, എന്റെ തോന്നലാണ്. എന്റെ തോന്നലും എന്റെ വിചാരവും എന്റെ വിശ്വാസവും മറ്റുള്ള ആൾക്കാരെ വെച്ചിട്ട് ചെയ്യാൻ പറ്റുമോ? ഒരാളുടെ ബന്ധം നമുക്ക് അങ്ങനെ തകർക്കാൻ പറ്റുമോ? ഒരാളോട് കൃത്യമായിട്ട് നമുക്ക് എന്ത് വേണം? നല്ലൊരു എന്താ പറയാ, നമ്മൾ വാക്കുകളിൽ വരുന്ന ആ ഒരു വാക്കുകൾ സൂക്ഷിച്ചു കഴിഞ്ഞാൽ, അതായത് ഇപ്പൊ എനിക്ക് തോന്നിയതാണ്, ഞാൻ വിചാരിച്ചതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരാളോട് തിരുത്തി കഴിഞ്ഞാൽ അല്ലെ, അവിടെ എന്തല്ല മുറിവേൽക്കൂല. കുറ്റപ്പെടുത്തലിന്റെയോ വിമർശിക്കുന്നതിന്റെയോ മുറിവേൽക്കില്ല. ഇവിടെ നമുക്കൊക്കെ പറ്റിയിട്ടുള്ളത് എന്താ? നമുക്കിങ്ങനെ പല പല മുറിവുകളാ. ഈ മുറിവ് ഏൽപ്പിക്കുന്ന ആളുകൾക്ക് ഒരു പക്ഷെ അറിയാൻ പറ്റുന്നില്ല. ഇത്രയ്ക്കും കാഠിന്യമേറിയ മുറിവുകളാണ് വേറൊരാളുടെ ഹൃദയത്തിൽ കൊണ്ടുപോയി കൊടുക്കുന്നത് എന്ന് അറിയാൻ പറ്റണില്ല. അവരറിയാതെ ചെയ്യുന്ന തെറ്റാ. പക്ഷെ അത് നമ്മളുടെ ഉള്ളിൽ എത്രമാത്രം വലിയ പാടുകൾ ഉണ്ടാക്കുന്ന മുറിവുകളുണ്ട്, ഉണങ്ങാത്ത മുറിവുകളൊക്കെ ആയിട്ട് മാറുന്നു എന്ന് അറിയാൻ പറ്റുന്നില്ല. പക്ഷെ നമ്മളാണല്ലേ റോൾ മോഡൽസ്. നമ്മൾക്കാണ് മറ്റുള്ള ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുക. രണ്ടുപേരും സംസാരിക്കുമ്പോൾ ഒരാളുടെ പ്രശ്നമാണ് പറയണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആളുടെ അഭിപ്രായമാണ് പറയണെന്നുണ്ടെങ്കിൽ, നമ്മൾ അതിന് മറുപടി പറയുന്ന സമയത്ത് നമ്മൾ എത്രയും പെട്ടെന്ന് അതിന്റെ ഒരു സൊല്യൂഷനിലേക്ക് എത്താം. ഒരാൾ പറഞ്ഞു, അതിനെ ആർഗ്യൂ ചെയ്തു, എന്റെ ഭാഗമാണ് ശരി, നിന്റെ ഭാഗമാണ് ശരി എന്ന് വാദിച്ച് എവിടെ എത്തൂല. അപ്പൊ വാദിക്കണ്ട, തർക്കിക്കണ്ട. വാദം തർക്കവും നമ്മൾ ഒരു കമ്മ്യൂണിക്കേഷനിലും സെറ്റ് ആവില്ല. ഒരാൾ പറഞ്ഞു, ചിലപ്പോൾ പക്ഷെ ആളുടെ ഭാഗത്ത് തെറ്റുണ്ടാകും. പക്ഷെ നമ്മൾ പറയാണ്, ഓക്കെ, നമുക്ക് എന്ത് തന്നെ വന്നാലും നമുക്ക് അതിന്റെ ഒരു പോയിന്റിലേക്ക് എത്തണം. ഇതൊക്കെ ഒരു പക്വതയുള്ള ഒരാളുടെ, മനസ്സിലായി, ഒരു വിശാല മനസ്സുള്ള ഒരാളുടെ ചിന്തകളാണ് ഇതൊക്കെ. ഈ ചിന്തകളിലേക്ക്, ഈ പ്രവർത്തനങ്ങളിലേക്കുമാണ് നമ്മൾ എത്തേണ്ടത് അല്ലെ. മറ്റുള്ള ആൾക്കാരോട് സംസാരിക്കുമ്പോൾ തുറന്ന് സംസാരിക്കാൻ പലർക്കും പറ്റാറില്ല. ഒരു വിശ്വാസക്കുറവ്, വേറെന്താ, തുറന്ന് സംസാരിക്കാൻ പേടിയാ. ചില ആളുകൾ എങ്ങനെ എന്താ പറയാ, ഇങ്ങനെ പറഞ്ഞ് ശീലിച്ചിട്ടാണോ എന്നറിയില്ല, സത്യസന്ധമായിട്ട് നമ്മൾ സംസാരിക്കണം എന്ന് പറയുമ്പോൾ വെറുതെ ആവശ്യമില്ലാണ്ട് വെറുതെ ഇരുന്നോണം അതിന്റെ ഇടയിൽ എടയും നമ്മൾ ഇത് വെറുതെ ഒരു ഉപകാരം ഇല്ലാണ്ട് അതിന്റെ കൂടെ ഒരു കള്ളം കൂടി ചേർക്കും. അപ്പൊ എന്തുണ്ടാവണേ, പരസ്പര വിശ്വാസം കുറയും അല്ലെ. അപ്പുറത്തേക്ക് ആൾ എന്ത് ബുദ്ധിയില്ലാതൊന്നല്ലല്ലോ, ആണോ? അല്ലല്ലേ. അപ്പൊ നമ്മളിത് കേൾക്കുന്ന ആളുകൾക്ക് എന്ത് തോന്നും, ഇതെന്ത് വാക്കിന് വ്യവസ്ഥയില്ലാത്ത വാക്കുകൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് എന്തുണ്ടാവില്ല, നല്ല ബന്ധങ്ങൾ ഉണ്ടാവില്ല. നമുക്ക് എങ്ങനെ നല്ല സുഹൃത്തുക്കൾ ഉണ്ടാവുന്ന, നമുക്ക് നമ്മളെ പോലത്തെ സുഹൃത്തുക്കൾ ഉണ്ടാവുക. ഞാൻ നല്ലോണം കള്ളം പറയണ, നല്ലോണം പരദൂഷണം പറയുന്ന ആളാണെങ്കിൽ എനിക്ക് അസല് കള്ളം പറയണ, നല്ല പരദൂഷണം പറയുന്ന ഒരുപാട് ഫ്രണ്ട്സിനെ കിട്ടും. അങ്ങനെയാണ്. അങ്ങനെ അവർ തമ്മിലേ ചേരുള്ളൂ. അവർക്ക് വേറെ പ്രശ്നമില്ല. നമ്മളെ സംബന്ധിച്ച് ഓവറായിട്ട് ഒരാളെ പറ്റി പറയണതോ ഒരു കള്ളം പറയണതോ ഒക്കെ ഉണ്ട് കഴിഞ്ഞാൽ നമ്മൾ അകന്നു പോരും അല്ലേ. അപ്പൊ സ്വാഭാവികമായിട്ട് സത്യസന്ധരായിട്ടുള്ള ആളുകളുമായിട്ട് നമ്മൾക്ക് എന്താകും, ആ വിശ്വാസവും സ്നേഹവും നമുക്ക് ആ ഒരു കണക്ഷൻ വരുന്നത് അങ്ങനെയാ. അപ്പൊ നമുക്ക് ലോകത്തുള്ള മുഴുവൻ ആളുകളെ നമുക്കൊക്കെ ചിലപ്പോൾ കണക്ട് ചെയ്യാൻ പറ്റണമെന്നില്ല. പക്ഷെ ലോകത്തുള്ള മുഴുവൻ ആളുകളിലേക്കും നമ്മളുടെ നന്മ പാസ് ചെയ്യാനായിട്ട് പറ്റും നമുക്ക്. അതിൽ നല്ലവർ വരട്ടെ കണക്റ്റഡ് ആയിട്ട്, അല്ലാത്തവർ വേണ്ട. മനസ്സിലായോ? പലപ്പോഴും ഞാൻ പറഞ്ഞില്ലേ, തെറ്റിദ്ധാരണകൾ വരാനായിട്ടുള്ള കാരണം എന്താ? തെറ്റിദ്ധാരണകൾ വരാൻ കാരണം ഒന്നുകിൽ എന്താണ്, അയാളുടെ ഉള്ളിലൊരു ബാഡ് ഇന്റൻഷൻ ഉണ്ട് അല്ലെ, ഒരു തെറ്റായിട്ടുള്ള ഒരു ഉദ്ദേശം ഉണ്ട് അങ്ങനെ നമ്മളെ ഇതാക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് നമുക്ക് തെറ്റിദ്ധരിക്കപ്പെടുന്നത്. അല്ലെങ്കിൽ ക്ലിയർ ആയിട്ട് സംസാരിക്കാണ്ടിരിക്കുക കാര്യങ്ങൾ, മറുപടി പറയാണ്ടിരിക്കുക, അല്ലെങ്കിൽ പറയണതിന് ഒരു വ്യക്തത ഇല്ലാണ്ടാവുമ്പോൾ അപ്പോഴും നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടും ഇല്ലേ. അങ്ങനെയല്ലേ, മറ്റേ ഒരാൾ എന്തെങ്കിലും ഒരു കാര്യം ചോദിച്ചു, അവർ മിണ്ടണില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് സംഭവിക്കും, തെറ്റിദ്ധരിക്കപ്പെടും. ഇനിയിപ്പോ നമ്മൾ നന്നായി കേൾക്കണില്ല എന്നുണ്ടെങ്കിലും എന്താണ്, പകുതി കാര്യം കേട്ട് കഴിയുമ്പോഴും തെറ്റിദ്ധരിക്കപ്പെടും. അപ്പൊ എന്താണ്, നന്നായി കേൾക്കാം, ശ്രദ്ധിച്ച് കേൾക്കാന്നുള്ളതും, നമ്മുടെ ഉള്ളിൽ ഒരു തെറ്റായിട്ടുള്ള ഒരു ഇന്റൻഷൻ ഇല്ലാതിരിക്കാന്നുള്ളതും, അതുപോലെ തന്നെ സത്യസന്ധമായിട്ട് പറയാന്നുള്ളതും എന്താണ്, ആ ഒരു നല്ലൊരു കമ്മ്യൂണിക്കേഷൻ, തെറ്റിദ്ധരിക്കപ്പെടാത്ത കമ്മ്യൂണിക്കേഷൻ ആയിട്ട് ഉണ്ടാവാൻ സഹായിക്കും. ഞങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾ സംസാരിക്കുന്ന സമയത്തെ വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് നിങ്ങൾ പറയണത് മുഴുവൻ ഒരാളിങ്ങനെ കേൾക്കാണെന്ന് വിചാരിക്കും. അപ്പൊ ആ സമയത്ത് നിങ്ങളുടെ ഒരു ഫീലിംഗ് എന്തായിരിക്കും? അപ്പൊ എന്തായിരിക്കും തോന്നുന്നുണ്ടാവുക? ഞാൻ സംസാരിക്കുമ്പം ഒരാള് ഭയങ്കരമായിട്ട്, അതിപ്പോ കൊച്ചുകുട്ടികളാണേലും അതെ, ഞാൻ പറയുന്നത് അവർ ഭയങ്കര ശ്രദ്ധിച്ച് കേട്ടോണ്ടിരിക്കുകയാണെങ്കിൽ എനിക്ക് പിന്നെയും കുറച്ചും കൂടെ ആദ്യം എനിക്ക് അവരോട് കുറച്ചും കൂടെ സ്നേഹം വരും, ഭയങ്കരമായിട്ട് കുറച്ചും കൂടെ സ്നേഹം വരും എനിക്ക്. അപ്പൊ ഞാൻ കുറച്ചും കൂടെ എന്താ പറയാ, കുറച്ചും കൂടെ സ്നേഹത്തോടു കൂടി എനിക്ക് അവരോട് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ കുറെ കൂടെ സിൻസിയർ ആയി നമ്മൾ തന്നെ കുറെ കൂടെ സിൻസിയർ ആയിട്ട് പിന്നെ അവരോട് ബിഹേവ് ചെയ്യാനായിട്ട് തുടങ്ങും. എനിക്ക് എന്റെ ഓഫീസിൽ അങ്ങനെ ചില ഇപ്പൊ അതർ നാഷണാലിറ്റീസ് ഉണ്ട്, വെറുതെ ചിലപ്പോൾ സംസാരിക്കുന്നതായിരിക്കും, പക്ഷെ അവരിങ്ങനെ ചിലപ്പോൾ നമ്മുടെ ഈ മലയാളികൾ ആയിട്ടുള്ള ആൾക്കാരും ചിലപ്പോൾ നമ്മൾ പറയണത് കേൾക്കാനായിട്ട് ചിലപ്പോൾ അങ്ങനെയല്ല, ജസ്റ്റ് എന്തെങ്കിലും ഒന്ന് പറയണം. പക്ഷെ ഇവരിങ്ങനെ ഭയങ്കരമായിട്ട് നമ്മളിങ്ങനെ പറയണത് കേട്ട് കണ്ണൊക്കെ വിടർന്ന് ഇങ്ങനെ, ചിലപ്പോൾ ഇൻഷുറൻസിന്റെ ഒക്കെ എന്തെങ്കിലും സ്റ്റോറീസ് ഒക്കെ പറയുമ്പോൾ ഇവരിങ്ങനെ കണ്ണൊക്കെ വിടർന്ന് കണ്ണീന്ന് വെള്ളമൊക്കെ വന്ന് ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും നമുക്ക് അവരോട് ഭയങ്കര സ്നേഹം. എനിക്ക് അവരെ പിറ്റേ ദിവസമൊക്കെ കാണുമ്പോൾ എനിക്ക് അവരോട് ഭയങ്കര സ്നേഹം, നമ്മുടെ വീട്ടിലെ ആരൊക്കെയോ ആണ് എന്നൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ഭയങ്കരമായിട്ടൊരു ഗാഢമായ ഒരു സ്നേഹം എനിക്ക്
അങ്ങനെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുപോലെ തന്നെ കുഞ്ഞുങ്ങളുടെ അടുക്കലും എനിക്ക് അഞ്ജുവിന്റെ മോൻ, ചെറിയ മോൻ, അവൻ ഭയങ്കര വികൃതിയാണ്. അവൻ ആരുടെ അടുക്കലും ഇങ്ങനെ ഇരിക്കാറില്ല. പക്ഷെ ഞാൻ ഇരുന്ന് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറയും, അവൻ പറയണത് ഞാൻ കേൾക്കും. അങ്ങനെ ഞങ്ങൾ ഭയങ്കര സിങ്കാണ്. ഞങ്ങൾ രണ്ടുപേരും കൂടി ഇരുന്ന് അങ്ങനെ കുറെ നേരം സംസാരിക്കും. അപ്പോഴും എനിക്ക് ഇങ്ങനെ തോന്നാറുണ്ട്, പെട്ടെന്ന് അവരുമായിട്ട് അങ്ങ് ഞാൻ പെട്ടെന്ന് കുറെ കൂടെ അവരുമായിട്ട് അങ്ങ് അടുത്തു എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ എന്റെ ഹസ്ബൻഡ് ഏറ്റവും വലിയ ലിസണറാണ് കേട്ടോ. അല്ല, എങ്ങനെ ആവേണ്ടിരിക്കും, പറയാനൊരു അവസരം കൊടുക്കണ്ടേ? നമ്മൾ പറയണ ഇങ്ങനെ അത്രയും ശാന്തമായി വളരെ ഇഷ്ടപ്പെട്ട് കേൾക്കാൻ ഒരാൾ നിൽക്കുമ്പോൾ നമ്മുടെ ഉള്ളിലെ ഫീലിംഗ് എന്തായിരിക്കും? സിന്ധു പറഞ്ഞു, എനിക്ക് അങ്ങനെ തോന്നി. നമ്മള് ഒരാളിങ്ങനെ കേട്ടിരിക്കുമ്പോ നമുക്ക് കുറച്ചും കൂടി പറയണം തോന്നുന്നു. നമുക്ക് അത്രയ്ക്കും അല്ല, നമ്മളെ ശ്രദ്ധിക്കണേ, നമ്മളോട് നമ്മളെ അത്ര സ്നേഹിക്കണേ, നമുക്ക് അവരോട് കൂടുതൽ ഒന്നുകൂടി സ്നേഹം കൂടും. നമ്മളിപ്പോ മക്കളായാലും നമ്മുടെ അടുത്ത് വന്നിരുന്ന് ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമ്പോ അവര് പറയുന്നത് മാത്രം കേട്ടിരിക്കാവും. ചെറിയ മോനായാലും വന്നിരുന്ന് നമ്മൾ മറ്റുള്ളവരോട് പറയുമ്പോൾ അതൊന്നും പറ്റില്ല, അവനോട് തന്നെ പറയണം. അപ്പൊ നമുക്ക് ഒന്നുകൂടി കൂടുതൽ ഒന്നും കൂടി ഇഷ്ടം കൂടുതൽ തോന്നും. നമ്മളെ കേൾക്കാനും അവര് പറയുന്നത് കേൾക്കാനും ഒക്കെ തോന്നുമ്പോ നല്ലൊരു വളരെ സന്തോഷം തോന്നും മനസ്സിനൊക്കെ. വളരെ ആ ഒരു സമയം എന്ന് പറഞ്ഞാലേ നമുക്ക് അത്രയ്ക്കൊരു ഫീൽ ചെയ്യും. ഓക്കെ ഓക്കെ, വേറെ ആർക്കാ പറയാനുള്ളത്? റേഹാന മാം കേൾക്കുന്നുണ്ടോ? പറഞ്ഞോ. ഞാൻ വീഡിയോ ചെയ്യുന്ന സിറ്റുവേഷൻ അല്ല. എനിക്കിതുപോലെ തന്നെയാണ്, സെയിം ആണ്. പക്ഷെ കുറച്ചുകൂടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കാൻ തോന്നും. എനിക്ക് അങ്ങനെ ഒരു ഇതും കൂടി ഉണ്ട്. അതായത് അവര് കേൾക്കുന്നുണ്ടല്ലോ, അപ്പൊ അവരൊന്നുകൂടെ ഒരു ഹാപ്പി ആക്കുക, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലത്തെ കാര്യം ഒന്നുകൂടെ പറയാ, അങ്ങനെയൊക്കെ തോന്നും. അപ്പൊ ഇത് പറയുമ്പോൾ ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, മിനിങ്ങാന്നൊരു ഹോസ്പിറ്റൽ കേസ് ഉണ്ടായിരുന്നല്ലോ മീറ്റിങ്ങിന് പോയിട്ട്. അപ്പൊ അന്ന് അവിടെ കാഷ്വാലിറ്റിയിൽ തൊട്ടിപ്പുറത്തെ ബെഡിൽ ഒരു കൊച്ചു വന്നിട്ടുണ്ടായിരുന്നു, ഒരു 2ാം ക്ലാസ് പഠിക്കുന്ന കുട്ടി. അപ്പൊ അവനൊരു ബ്രീത്തിങ് പ്രോബ്ലം ഒക്കെ ആയിട്ട് വന്നേക്കായിരുന്നു. അപ്പൊ ഇങ്ങനെ സംസാരിച്ച് വരുന്ന സമയത്ത് ഇങ്ങനെക്കൂടിയാണ് അവരുടെ വീട്, അങ്ങനെയൊക്കെ പറഞ്ഞു വന്നു. അത് കഴിഞ്ഞിട്ടാണ് ആ കൊച്ചിന്റെ അമ്മാമ്മ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് നല്ല കണ്ടുപരിചയം, അങ്ങനെ പറഞ്ഞു വന്നപ്പോ എന്നെ പഠിപ്പിച്ചിട്ടുള്ള ടീച്ചറാണത്. അങ്ങനെ ടീച്ചറെ അടുത്ത് കുറെ സംസാരിച്ചു. അപ്പൊ അവരാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ടെൻഷനിലാണ് കൊച്ചിന് ഇങ്ങനെയുള്ളതുണ്ട്. അപ്പൊ ഞാനാണെന്നുണ്ടെങ്കിൽ, പക്ഷെ ഞാന് നോർമലായിട്ട് ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ എന്തിനാ ഇങ്ങനെ ഇതാക്കുന്നത്? അതായത് ഇവരുടെ ടെൻഷൻ, ഈ അമ്മയുടെയും അമ്മാമ്മയുടെയും ടെൻഷൻ കണ്ടിട്ട് രാവിന് ഭയങ്കര ടെൻഷൻ, രാവിലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുള്ളത്. അപ്പൊ നിങ്ങൾ എന്തിനാണ് ഈ ടെൻഷൻ എടുക്കുന്നത്? ഞാൻ അപ്പൊ ഞാനിങ്ങനെ കുറെ സംസാരിച്ചിട്ട്, അപ്പൊ ലാസ്റ്റ് ടീച്ചർ എന്റെ കൈ പിടിച്ചിട്ട് ഒരു കാര്യം എന്നോട് പറഞ്ഞു, ജിൻസി, ഞാനാണ് ടീച്ചർ, പക്ഷെ എനിക്ക് എന്തെങ്കിലും ഇങ്ങനെ സംസാരിക്കാൻ പറ്റില്ല. നീ ഇങ്ങനെ എന്റെ അടുത്ത് സംസാരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാനിങ്ങനെ എനിക്ക് ഞാൻ എന്താ പറഞ്ഞ, അതായത് ഞാൻ തന്നെ മാറിക്കൊണ്ടിരിക്കാന്നുള്ളത് എനിക്ക് പറഞ്ഞൊരു മാറ്റാണ്. അത് ഈ ഒരു ക്ലാസ്സിൽ കൂടെ ഒക്കെ പറഞ്ഞ മാറ്റം. അപ്പൊ എന്നെ പഠിപ്പിച്ച ടീച്ചർ എന്റെ കൈ പിടിച്ച് ഇങ്ങനെ പറഞ്ഞിട്ട് അതെനിക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് എന്റെ ലൈഫിൽ തന്നെ. കാരണം അങ്ങനത്തെ ഒരു മൊമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഓപ്പോസിറ്റ് അല്ല. നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ടീച്ചർമാർ അല്ലെങ്കിൽ നമ്മുടെ പാരന്റ്സ് അതൊക്കെ പോട്ടെ, അതൊക്കെ ഓക്കെ ആവും, അങ്ങനെയല്ല. ഇത് നേരെ ഓപ്പോസിറ്റ് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പൊ എനിക്കത് പറയണമെന്ന് തോന്നി. ഞാൻ അതാണ് ഇവിടെ തല്ലിയൊക്കെ നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ എന്താണ് ക്യാമറ ഓൺ ചെയ്യേണ്ടി മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞു. ഓക്കെ മാം. ഓക്കെ, നമ്മളിപ്പോ പറയണത് മൊത്തം കണ്ടന്റ് ആണെന്നേ, നമുക്കിനി വെറുതെ ഒന്നും പറയാനില്ല. അപ്പൊ നമ്മൾ പറയണതെല്ലാം ഭയങ്കര വാല്യുബിൾ ആയിട്ടുള്ള, കുറച്ച് സമയം എന്താ പറയാ, ഒരുപാട് കനമുള്ള വാക്കുകൾ, അതാണ് ഇനി അതുകൊണ്ടാണ് നമ്മൾ റീച്ച് ആവാൻ പോണത്. നമ്മൾ കുടുംബത്തിലായിരിക്കും, അത് കഴിഞ്ഞാൽ ചുറ്റുപാടുന്നായിരിക്കും. അപ്പൊ നമ്മൾ അത്രയ്ക്കും സീരിയസ് ആയിട്ട് നമ്മൾ കാതലായിട്ടുള്ള കാര്യങ്ങളാണ് അല്ലെ, ജീവിതത്തിന്റെ കാതലായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിക്കണത് അല്ലെങ്കിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യണത്. അപ്പൊ അത് അങ്ങനെയൊക്കെ വലിയ വലിയ മാറ്റങ്ങൾ വരും. ഓക്കെ, അടുത്തൊരു ചോദ്യം ചോദിക്കട്ടെ. നമ്മളിപ്പോ ഭയങ്കര മനസ്സിലിങ്ങനെ ഹെവി ആയിട്ട് വിഷമിച്ച് സഹിക്കാൻ പറ്റാണ്ട് ഒരാളോട് ഇത് പറയാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ട നമ്മുടെ ഒരാളെ വിളിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ആൾക്ക് നേർക്ക് നേരെ ആളോട് സംസാരിക്കുന്ന സമയത്ത് വളരെ അശ്രദ്ധമായിട്ട്, അതായത് എന്താണ് നമ്മൾ ഇവിടെ അനുഭവിക്കുന്നതിന്റെ ഒരു 7 അയലത്ത് കൂടെ അവരുടെ ചിന്ത പോവാത്ത രീതിയിൽ നമ്മളോട് റെസ്പോണ്ട് ചെയ്താൽ എന്തായിരിക്കും ഫീൽ? എന്തായിരിക്കും? പറയ്. സിന്ധുമ്മ ധൈര്യമായിട്ട് പറയൂ. സിന്ധുമ്മേമാണ് ഇവിടുത്തെ തുടക്കിടുന്ന ആള്. കണ്ടു പഠിക്ക് നിങ്ങള്. ഇനി ധൈര്യം ഉണ്ടെങ്കിൽ സിന്ധുമ്മ ആദ്യം പറയാണ്ട് നിങ്ങൾ ചാടി കയറി പറഞ്ഞോ. സിന്ധുമ്മ വിട്ടുകൊടുക്കുകയും ചെയ്യരുത്. ഓക്കെ? എനിക്കാണെങ്കിൽ ഞാനിങ്ങനെ ഭയങ്കര വിഷമിച്ചൊക്കെ ഇരുന്ന് ആ ഒരാളോട് അത് പറയാനായിട്ട് വരുമ്പം അവരിത് കേൾക്കാതെ പോയാൽ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ദേഷ്യം വരും. അപ്പം എന്റെ ദേഷ്യം വരുമെന്ന് പറഞ്ഞാൽ എനിക്ക് 2 കാര്യമാണ്. ഒന്നാമത്തെ കാര്യം, പെട്ടെന്ന് ഞാനങ്ങ് ഇതാവും. ഇപ്പം ഹസ്ബൻഡിനോടൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഞാൻ ദേഷ്യപ്പെടും ഉടനെ. എന്റെ ഹസ്ബൻഡ് ഭയങ്കര സ്വീറ്റ്, പുള്ളി ഇവിടെ ഉള്ള ഇപ്പൊ അപ്പുറത്താണ്. അങ്ങനെയല്ല, എന്നെ നന്നായിട്ട് ആളടുത്ത്
അങ്ങനെയല്ല, ചേട്ടനാണെങ്കിൽ പെട്ടെന്ന് പുള്ളിക്കത് മനസ്സിലാകും. പുള്ളിക്കെന്ന് വെച്ചാൽ അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ ഒരു സംഭവം അവിടെ ഉണ്ട്. എന്നെ മനസ്സിലാക്കി, മീൻസ് മാം ഇപ്പൊ പറഞ്ഞതുപോലെ തന്നെ ബോഡി ലാംഗ്വേജ് ഭയങ്കരമായിട്ട് പുള്ളിക്ക് മനസ്സിലാവും. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ കയറി വരുമ്പോഴേ അത് മക്കൾക്കും ഏറെക്കുറെ അങ്ങനെയാണ്, അമ്മയുടെ മൂഡ് ശരിയല്ല, അമ്മ ഇന്ന് ടെൻഷനിലാണ്, അമ്മ ഇപ്പൊ ഇങ്ങനെ ആയിരിക്കും ബിഹേവ് ചെയ്യാൻ പോകുന്നത്, ഇങ്ങനെയൊക്കെ അവര് സെൻസസ്, എന്റെ വീട്ടിലെ കാര്യം ഞാൻ പറയാം. അപ്പൊ അങ്ങനെയൊക്കെയാണ്. അതുകൊണ്ട് വലിയ കുറെ ചിലപ്പോഴൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിലും എന്നാലും അതൊന്ന് മാനേജ് ചെയ്ത് പോകും. പക്ഷെ അങ്ങനെ അല്ലാതെ ഇപ്പൊ ഓഫീസിലൊക്കെ നമുക്കത് ഭയങ്കര ഒരു ഇതാണ്. എനിക്കത് പറയണം, പറഞ്ഞേ പറ്റത്തുള്ളൂ. പക്ഷെ ഇപ്പൊ മാം പറഞ്ഞതുപോലെ തന്നെ ഞാൻ കൊടുക്കുന്ന, അതിനിപ്പോ എന്റെ സാറായാലും എന്റെ സൂപ്പർ, എനിക്ക് മുകളിലുള്ള ബിഗ് ബോസ് ആയാൽ പോലും ഒന്നെങ്കിൽ ഞാൻ ഭയങ്കരമായിട്ട് ഞാൻ പൊട്ടിത്തെറിക്കും, അവരുടെ മുന്നിൽ ഞാൻ ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിക്കും. ഒന്നെങ്കിൽ ആ ഒരു സിറ്റുവേഷന്റെ ഗ്രാവിറ്റി അനുസരിച്ചിട്ട്, അല്ല ഒരു ഇൻജസ്റ്റിസ് അങ്ങനെയൊക്കെയാണ് വന്നതെന്നുണ്ടെങ്കിൽ ഞാൻ പെട്ടെന്ന് അത് ഭയങ്കരമായിട്ട് ഞാൻ ഇമോഷണലി ഒരു ഇതാവും. ഒന്നെങ്കിൽ ഇല്ലെങ്കിൽ പെട്ടെന്ന് ഞാൻ അങ്ങോട്ട് ഉൾവലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പെട്ടെന്ന് ഇറങ്ങിപ്പോവുക. മീറ്റിങ്ങിലാണെങ്കിലും ഞാൻ പെട്ടെന്ന് ഇറങ്ങിപ്പോകും. ഇതൊക്കെ സംഭവിച്ചിട്ടുണ്ട് എന്റെ ഓഫീസിൽ. ഭയങ്കര വലിയ മീറ്റിംഗ് നടക്കുന്ന സമയത്ത് ഞാൻ ഇറങ്ങിപ്പോവുക. എനിക്ക് അവിടെ യാതൊരു സ്ഥാനവും അല്ലെങ്കിൽ ഞാൻ അവിടെ നിൽക്കേണ്ട ആവശ്യമില്ലെന്ന് അറിയുക. ഞാൻ ഓഫീസിൽ നിന്ന് തന്നെ ഇറങ്ങി ഞാൻ വീട്ടിലോട്ട് പോയിട്ടുള്ള അവസരങ്ങളുണ്ട്. പിന്നെ എന്റെ മാനേജർ വിളിക്കുമ്പോൾ ഞാൻ ട്രെയിനിലോ ബസ്സിലോ ഒക്കെ ആയിരിക്കും. അത്രമാത്രം എനിക്ക് മെന്റൽ എക്സ്ട്രീം സിറ്റുവേഷൻ ആണ്. അങ്ങനെ വന്നിട്ടുണ്ട് എനിക്ക്. പിന്നെ എന്റെ ഓഫീസിൽ തന്നെ ഇപ്പം ചിലർക്കൊക്കെ അറിയോ, മാമിനോട് അങ്ങനെ ഇവര് ചിലപ്പോ വിട്ടുപോകും, സ്ഥലം വിട്ട് മക്കളെ. ഫുഡൊക്കെ ഉള്ള സമയത്താണെങ്കിൽ പിന്നെ ഫുഡ് കഴിക്കത്തില്ല. എന്തെങ്കിലും അതിനി എത്ര വലിയ പാർട്ടി ആണെങ്കിലും ശരി, ഭയങ്കര എന്താ പറയാ, നമ്മുടെ ഹോട്ടലിലൊക്കെ പോയിട്ടുള്ള ഭയങ്കര അടിച്ചുപൊളി പാർട്ടിയാണ് ആണെങ്കിലും ശരി, ഞാൻ പെട്ടെന്ന് ഞാൻ അങ്ങ് വിഡ്രോവൽ സിൻഡ്രം കാണിക്കും. പിന്നീട് ഞാൻ പിറ്റേ ദിവസമൊക്കെ അവർ വന്ന് ചെയ്തു, മാഡം അത് ഭയങ്കര അടിപൊളി പാർട്ടിയായിരുന്നു, ഞങ്ങൾ എല്ലാവരും പറഞ്ഞു മാഡം ഉണ്ടായിരുന്നെങ്കിൽ മാഡം ആയിരുന്നതിനെ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തേനൊക്കെ, പക്ഷെ മാഡം ഭയങ്കര ഒരു മിസ്സിങ് ആയത്. അങ്ങനെ കേൾക്കുമ്പോൾ എനിക്ക് ഞാൻ എന്തൊരു പൊട്ടിയ, ഞാൻ എന്തിനാ അങ്ങനെ ചെയ്തത് എന്നൊക്കെ പറയും. പക്ഷെ അപ്പോഴത്തെ സമയത്ത് എനിക്ക് ഒരിക്കലും എനിക്കത് ആ ഒരു ഇമോഷൻസിനെ ഞാനിപ്പോ കൺട്രോൾ ചെയ്തോണ്ടിരിക്കുകയാണ്. കാരണം അത് ഭയങ്കര ഇതാണ്, അതെനിക്ക് മാറ്റിയെടുക്കണം. അതെന്റെ വലിയൊരു ആഗ്രഹമാണ്. കാരണം ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല, എന്നെ നെഗ്ലക്ട് ചെയ്യുന്നു. മാമിന് നന്നായിട്ട് അറിയാം കാര്യം. രേണു മാമിനോട് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, ഒരാൾ എന്നെ നെഗ്ലക്ട് ചെയ്യുന്നു എന്ന് എനിക്ക് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ ബേസ്ഡ് ഔട്ട് ആയിരിക്കും ആ സ്ഥലത്ത്. അത് ഒന്നെങ്കിൽ അല്ലെങ്കിൽ ഞാൻ വോക്കൗട്ട് ആയിരിക്കും. ഈ രണ്ട് എക്സ്ട്രീം സിറ്റുവേഷനാണ് എനിക്കുള്ളത് എപ്പോഴും. ഒന്നുകിൽ ആശാന്റെ നെഞ്ചത്ത് അല്ലെങ്കിൽ കളരിക്ക് പുറത്ത്. കളരി നിൽക്കുന്ന പരിപാടിയില്ല എന്നൊക്കെ. ഓക്കെ, അതൊക്കെ സെറ്റാവും നമുക്ക്. ഓക്കെ, ഇനി ആർക്കെങ്കിലും അങ്ങനെ ഒരു ഫീലിങ്സ് ഉണ്ടായിട്ടുണ്ടോ? മീൻസ് നമ്മൾ ഇത്ര കാര്യമായിട്ട് പറയുന്ന സമയത്ത് ആർക്കാ പറയാനുള്ളത്? അതൊക്കെയാണെങ്കിൽ ഞാൻ ശ്രദ്ധിക്കണില്ല, പിന്നെ അധികം പറയാതിരിക്കില്ല. നമ്മളൊരു കാര്യം നമുക്ക് അത്രയും വിഷമിട്ടാണല്ലോ നമ്മൾ പറയുന്നത്. അപ്പൊ അത് പറയുമ്പോ നമ്മളെ ശ്രദ്ധിക്കണില്ലെങ്കിൽ പിന്നെ അവിടെ അവസാനിപ്പിക്കും. അവിടെ എഴുന്നേറ്റ് പോയി നമ്മൾ കരഞ്ഞ് അതവിടെ അവസാനിപ്പിക്കും. പിന്നെ അത് പറയാൻ നിൽക്കില്ല. നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം കരയാന്ന് പറയണത്. അതാണ് നമ്മുടെ ഏറ്റവും ഫൈനൽ സൊല്യൂഷൻ. അതങ്ങോട്ട് തീർക്കും. ഓക്കെ, ഞാൻ പറയാം റീഹന മാം. പറ. അല്ല, അതായത് സന്തോഷം ഉള്ള കാര്യം എന്ന് പറഞ്ഞതാണ് കേട്ടോ പറയണത്. നേരത്തെ പറയേണ്ടതായിരുന്നു ഇവിടെ. അതായത് നമ്മൾ പരിചയപ്പെടുന്നവര് ആരോടാണെന്നുണ്ടെങ്കിലും അതെ, അവര് നമ്മളോട് കുറച്ച് നാളൊക്കെ ഒന്ന് കൂടെ നിന്ന് വർക്ക് ചെയ്യുന്നിടത്തായാലും എവിടെയായാലും നിന്നൊക്കെ കുറച്ച് നാൾ കഴിയുമ്പോൾ അവരെ കൊണ്ട് പറയിപ്പിക്കും നമ്മൾ എന്താണ് നമ്മളെ മറക്കില്ല എന്നുള്ള രീതിയിൽ. എന്ന് വെച്ചാൽ വേറെ ഒന്നല്ല കേട്ടോ, നമ്മളുടെ കൊളീഗ്സ് ആയിട്ട് നിൽക്കുന്നവര് ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാലും പറയും കുറെ നമ്മൾ കൂടെ, അതായത് ഒരു എൻജോയ്മെന്റിന്റെ പീക്ക് ലെവലില്ലേ, എല്ലാരോടും പറ്റുമോന്ന് അറിയില്ല, പക്ഷെ നമ്മളുടെ അടുത്തേക്ക് അങ്ങനെ നിൽക്കുന്നവര് പറഞ്ഞ പോലെയാണ്, അത് ഭയങ്കര സന്തോഷമാണ്. അപ്പൊ അവരെ സന്തോഷിപ്പിക്കാനായിട്ട് എന്താ ചെയ്യുക, അവർക്ക് സന്തോഷം കിട്ടാവുന്ന രീതിയിൽ എന്താ പറഞ്ഞാലാണ് അതിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കാനായിട്ടൊക്കെ നമുക്ക്, അതായത് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാനായിട്ടുള്ള ആ ഒരു വ്യഗ്രതയൊക്കെ കുറച്ച് കൂടുതലാവും. എങ്ങനെ നമ്മളെ ഇഷ്ടമാണെന്ന് തോന്നി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇനിയിപ്പോ കൂടുതലായിട്ട് പറയണമെന്ന് എനിക്കറിയില്ല, അറിയാൻ മാമേ അത് അറിയില്ല. അപ്പൊ എന്നെ മൊത്തത്തിൽ സ്കാൻ ചെയ്ത് വെച്ചിട്ടുള്ളത് കൊണ്ട് എന്ത് പറഞ്ഞാലാണ് എന്നെ ചിരിപ്പിക്കാന്നുള്ളത് പഠിച്ചു വെച്ചേക്കണു. 10-18 വയസ്സ് തൊട്ടേ പഠിച്ചു വെച്ചേക്കണു. ഞാനാണെങ്കിൽ എന്തെങ്കിലും കിട്ടാൻ കാത്തിരിക്കണേ. പിന്നെ ഞാൻ എന്തെങ്കിലും എന്നൊക്കെ അല്ല പറയാട്ടെ, ആലോചിച്ചിട്ട് പറഞ്ഞ തമാശയൊക്കെയാണ്. ഇങ്ങനെ ഞാൻ നോക്കുമ്പോ പടപടപടാന്ന് കടകടകടാന്ന് ചിരിക്കണതാണ്. അപ്പൊ അങ്ങനെയൊക്കെ ചിരിപ്പിക്കാനായിട്ട് പറ്റും. അത് ആ സെൻസ് ഉണ്ടല്ലോ, രണ്ടുപേരുടെയും ഒരേ ഒരു വേവ് ലെങ്ത് ഒരുപോലെ ആവുമ്പമാണ്. മുഴുവനൊന്നും ചിലർക്ക് ചിലപ്പോൾ മുഴുവൻ മനസ്സിലാവണമെന്നില്ല. ഇത് അല്ലെ രാജി അല്ല, അത് ഭയങ്കര പറയുമ്പോ സന്തോഷാണെന്ന് പറയാം. അതിപ്പോ ഓഫീസിലാണെങ്കിലും അങ്ങനെ എല്ലാവരും അല്ല, ചിലവരോടാണ് അത് സിങ്കാവുള്ളത്. അപ്പൊ അവര് നമ്മളോട് ഇങ്ങനെ പറയും, അതായത് നമ്മളെ ഇങ്ങനെ കുറച്ച് നാൾ അവിടെ ഉണ്ടായുള്ളൂ എന്നുണ്ടെങ്കിലും ഭയങ്കരമായിട്ടുള്ള എൻജോയ്മെന്റ് ഉണ്ടായിരുന്നു. നല്ല സ്ട്രെസ്ഡ് ആയിട്ടുള്ള രീതിയിലാണെങ്കിൽ പോലും അതിലും നമ്മളൊരു സന്തോഷം കണ്ടെത്താൻ തമാശ പറയാം, അങ്ങനെയൊക്കെ ആവുമ്പോ മറക്കില്ല, അല്ലെങ്കിൽ രാജി നല്ല എൻജോയ്മെന്റ്.
നിങ്ങൾക്ക് ആർക്കും അറിയാത്ത ഇതുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഷാനവാസ് സാറ് എന്തോ ഒരു പഴഞ്ചൊല്ല് കാര്യം പറഞ്ഞപ്പോ അതെന്താടി അങ്ങനത്തെ ഒരു പഴഞ്ചൊല്ല് ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ പറഞ്ഞ പഴഞ്ചൊല്ല് കറക്റ്റ് ആയിട്ട് പറയണമെന്നുണ്ടെങ്കിൽ അത് രാജിയോട് ചോദിക്കണം. സിറ്റുവേഷൻ അനുസരിച്ചിട്ട് പഴഞ്ചൊല്ല് പറയുന്ന ആള് ക്ലാസ്സിൽ ഇരുന്നിട്ടാണ് കേട്ടോ. നമ്മുടെ കോളേജിൽ നമ്മുടെ ക്ലാസ്സിൽ ഇരുന്നിട്ട് ഏറ്റവും കൂടുതൽ പഴഞ്ചൊല്ല് ഞാനാണെങ്കിൽ സിറ്റുവേഷൻസിന് അനുസരിച്ചിട്ടുള്ള പഴഞ്ചൊല്ലാണ്, അല്ലെങ്കിൽ ഒരു കോമഡി ആണെങ്കിൽ പിന്നെ അർത്തിട്ടിരിക്കും, അന്ന് എന്നെ പിടിച്ച് പുറത്താക്കും. അങ്ങനെയാണ് സ്ഥിരം എന്നെ ഫ്രണ്ട് സീറ്റിലേക്കും കൊണ്ടിരുത്തും. അതായത് തുടക്കകാലത്തെ ഒരു അറിവില്ലായ്മ ബോധമില്ലായ്മയൊക്കെയാണ് കേട്ടോ. ഇലക്ട്രോണിക്സ് പഠിക്കാൻ വന്നിരിക്കുന്ന ആളുകളാണ്. എന്നിട്ട് നമ്മിങ്ങനെ എനിക്കാണെങ്കിൽ അറിയില്ലല്ലോ, ഇങ്ങനെ കൺട്രോൾ ഇല്ലാണ്ട് ചിരിക്കുന്നൊക്കെ. നമ്മളിങ്ങനെ പതുക്കെ പറഞ്ഞു, ഇങ്ങനെ നോക്കുമ്പോ മിസ് പറയാ എനിക്കുള്ള രണ്ടാളോടും അങ്ങനെ ഞങ്ങളെ സ്ഥലം മാറ്റിയിരുന്നു. അങ്ങനെ ധന്യ മാം ഉണ്ടാവും കുറെ. ഇന്ന് ഞാൻ കുറച്ചൊക്കെ അങ്ങനെ ആലോചിച്ചു. കുറച്ച് കാര്യങ്ങള് നമുക്ക് ഞാനാണ് എപ്പോഴും പുറത്തു പോകുന്ന ആള്. ഞാൻ ഏറ്റവും ഉറക്കെ ചിരിക്കുന്നത് ചെറിയ കാര്യം കിട്ടിയാലും ചിരിക്കുന്ന ആളാ. എപ്പോഴും പിടിച്ച് പുറത്താക്കണത് തന്നെയായിരിക്കും. ഇവരൊക്കെ ഭയങ്കര സീരിയസ് ആയിട്ടിരിക്കും കോമഡി പറയുന്നുണ്ടാവുക അല്ല തന്നെയാണ്. ഓക്കെ ഓക്കെ. അപ്പൊ നമ്മള് ഇപ്പൊ പറഞ്ഞതില്ലേ, നമ്മള് എന്താണ് ഏറ്റവും നന്നായിട്ട് സംസാരിക്കാനും ഏറ്റവും നന്നായിട്ട് ലിസൺ ചെയ്യാനും നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ എന്താണ് കണക്ഷൻസ് വരും നമുക്ക് അല്ലേ. ഞാൻ കൈ കാണിക്കുന്നുണ്ട്, മിണ്ടാൻ പറ്റൂല. ശരി, രണ്ട് കാര്യങ്ങളും കൂടി പറഞ്ഞിട്ട് നമ്മൾ അവസാനിപ്പിക്കാം. നമ്മൾ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് വിചാരിക്കുന്ന സമയത്ത് എതിരെ നിൽക്കുന്ന ആൾക്ക് എന്താണ് ഫീലിങ്സ് എന്ന് അറിയാതെ നമ്മൾ സംസാരിക്കരുത്. അതായത് ഒരു ദേഷ്യപ്പെട്ട് നിൽക്കുന്ന ഒരാളോട് സീരിയസ് ആയിട്ടൊരു കാര്യം പറയാൻ പറ്റുമോ? ആളുടെ മൂഡ് നോർമൽ ആവണം അല്ലെ, ഒന്ന്. രണ്ടാമത്തെ കാര്യം, നന്നായി വിശന്നിരിക്കണ ആൾക്ക് വേറൊന്നും ചെവി കയറില്ല. അപ്പൊ വിശപ്പുള്ള ഹങ്കറുള്ള ആളോടും ആങ്കറുള്ള ആളോടും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, സീരിയസ് ആയിട്ട് സംസാരിക്കാൻ പോകാൻ പാടില്ല. ഓക്കെ. പിന്നെ നമ്മളെ പോലെ ഇടയ്ക്കൊക്കെ ഭയങ്കര സ്ട്രെസ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരോടും സീരിയസ് ആയിട്ട് കാര്യം പറയാൻ പാടില്ല. നോർമൽ ആയിട്ടുള്ള ആൾക്കാരോട് മാത്രമേ സീരിയസ് ആയിട്ടുള്ള കാര്യം പറയാൻ പാടുള്ളൂ. ഇത് നമ്മുടെ കോമൺ സെൻസ്. ഇത് നമ്മൾ പറയാണ്ട് ദേഷ്യമുള്ള ആളോട് പോയിട്ട് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ അടുത്ത് നിന്ന് പ്രതികരണം മോശമായി കഴിഞ്ഞാൽ അവിടെ വീണ്ടും പ്രശ്നങ്ങളുണ്ടാവും. അപ്പൊ നമ്മളാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ബുദ്ധിപൂർവ്വം തീരുമാനം എടുക്കേണ്ടത് അല്ലെ. അപ്പൊ ദേഷ്യം ഉള്ള ആളോടും വിശപ്പുള്ള ആളോടും സ്ട്രെസ് ഉള്ള ആളോടും ഒന്നും നമ്മൾ പോയിട്ട് സീരിയസ് കാര്യം പറയാണ്ടിരിക്കാം. അതൊന്നും നോർമൽ ആവണ വരെ വെയിറ്റ് ചെയ്യും. കാരണം നമുക്ക് വേണ്ടത് എന്താണ്, നല്ല റിസൾട്ടാ. അല്ലാണ്ട് നല്ലും പിടിയും അല്ലല്ലോ നമ്മൾ ആഗ്രഹിക്കുന്നത്. പ്രശ്നമല്ല നമ്മൾ ആഗ്രഹിക്കുന്നത്, സൊല്യൂഷനാണ്. അപ്പൊ നമുക്ക് സൊല്യൂഷന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എപ്പോഴും നമ്മുടെ മനസ്സിലാലോചിക്കാം. ഇനി നമ്മളോട് ഒരാൾ സംസാരിക്കാൻ വരുമ്പോൾ നമ്മളിങ്ങനെ ആകെ കൂടി ഇതാവണ്ട. ഒരാൾ വലിയ പ്രശ്നമാണ് പറയാൻ വരുന്നത് വിചാരിക്കും. സപ്പോസ് അവരാരും നമ്മളടുത്ത് അതിന്റെ ഒരു സൊല്യൂഷൻ ചോദിച്ചിട്ടല്ല വരുന്നത്. ശരിക്കും നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? പലരും നിങ്ങളോട് വിഷമങ്ങൾ പറയുമ്പോൾ നമ്മൾ അതിന്റെ പരിഹാരം എന്നല്ല പറഞ്ഞു കൊടുക്കേണ്ടത്, ജസ്റ്റ് ഒന്ന് കേൾക്കാൻ മുഴുവൻ പറയണത്. നമ്മളത് അവരുടെ വിഷമം നമ്മൾ മനസ്സിലാക്കണുണ്ട് എന്നൊന്ന് ഫീൽ കിട്ടിയാൽ മതി അവർക്ക്. അത്രയ്ക്കേ വേണ്ടു ഒരു മനുഷ്യനല്ലേ. ഒരു മനുഷ്യൻ ആഗ്രഹിക്കണത് അത്രയേ ഉള്ളൂ. പരിഹാരം ചിലപ്പോൾ നമ്മളെ കൊണ്ട് കൊടുക്കാൻ പറ്റില്ലായിരിക്കും. ഇനിയിപ്പോ പരിഹാരം കൊടുത്താലും അത് അവർക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റൂലായിരിക്കും. പക്ഷെ നമ്മൾ വേണ്ടത് ഒരു ആക്റ്റീവ് ലിസണർ. ആ വിഷമം ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട്, ആ പറയുന്ന കാര്യങ്ങൾ ഞാൻ കേൾക്കുന്നുണ്ട്, അതിന് ഒരു ഗുഡ് റെസ്പോൺസ് മാത്രമേ കൊടുക്കണ്ടൂ, സൊല്യൂഷൻ കൊടുക്കണ്ട. അപ്പൊ ഇനി നമ്മൾ പേടിക്കണേ? നല്ല ലിസണർ ആയിക്കൂടെ നമുക്ക്? നല്ല ലിസണിങ്ങിൽ കൂടെ നമുക്ക് എന്തുണ്ടാക്കാൻ പറ്റും? നല്ല കണക്ഷൻസ് ഉണ്ടാക്കാൻ പറ്റും. നമ്മുടെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ലക്ഷ്യം എന്താ? കണക്ഷൻ ഉണ്ടാക്കുക. എവിടെ നിന്ന് തുടങ്ങണം കണക്ഷൻ? വീട്ടിൽ നിന്ന് തുടങ്ങണം. വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങണം. തൊട്ടടുത്ത് നിൽക്കുന്ന ആളിൽ നിന്ന് തുടങ്ങണം. നമ്മുടെ ഭർത്താവ്, മക്കള്, പാരന്റ്സ്, നൈബേഴ്സ്, പുറത്ത് കാണുന്ന ആളുകള്, മറ്റു ബന്ധുക്കള്, അങ്ങനെ 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 കണക്ഷൻസ് ഇങ്ങനെ പോകണം. പിന്നെ നമ്മൾ വരുന്നത് നമ്മളല്ലേ കണ്ടുമുട്ടുന്ന ആളുകള്, ജോലി സ്ഥലത്തുള്ള ആളുകള്, അങ്ങനെ. ഇനിയിപ്പോ നമ്മൾ എന്തൊക്കെ രീതിയിൽ നമ്മൾക്കൊരു ഒരു ഗ്രൂപ്പ് ഉണ്ടല്ലേ. ഇപ്പൊ അതായത് നമ്മൾ ബിസിനസ് ചെയ്യുന്നത് ഓരോ സ്ഥലങ്ങളിലുള്ള ആളുകൾ തമ്മിലുള്ള ഒരു കൂട്ടായ്മകൾ ഉണ്ടാവും. ഇതിലൊക്കെ നമ്മൾക്ക് സിങ്ക് ആവേണ്ടത് നമ്മൾ പറയുന്ന വാക്കുകളും നമ്മൾ കേൾക്കുന്ന കാര്യങ്ങളും. ഇതിലെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം 80-20 പ്രിൻസിപ്പിൾ തന്നെയാണ്. 80% ലിസൺ ചെയ്യാം, 20% സ്പീക്ക് ചെയ്യാം. ഇത് നമ്മളെപ്പോഴും ചിന്തിച്ചു കഴിഞ്ഞാൽ ഭയങ്കര രസമുള്ള ബന്ധങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഒരാൾ നമ്മളോട് സംസാരിക്കാൻ വരുമ്പോൾ നമ്മൾ 20% നമ്മൾ അതിന് സംസാരിക്കാൻ പാടുള്ളൂ. 80% നമുക്ക് എന്ത് വേണം? കേൾക്കാൻ മനസ്സ് കൊടുത്താൽ അവിടെ നല്ല ബന്ധങ്ങൾ ഉണ്ടാകും. നമുക്ക് കുറേ കാര്യങ്ങൾ പറയാനുണ്ടാവും. പക്ഷെ എന്ന് കരുതി ഒരാളെ നമ്മൾ വാല്യൂ കൊടുക്കുക എന്ന് പറയുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം 80-20 പ്രിൻസിപ്പിൾ വർക്കായില്ലെങ്കിൽ ബന്ധം ക്ലാഷ് ആവും. ഒരു ഇമോഷണലി ഡിസ്റ്റൻസ് വരും, അടുക്കാൻ തോന്നൂല. ആ രീതിയിൽ നമ്മൾക്ക് എന്താണ്, നമ്മൾ ബന്ധങ്ങളെ കണക്ഷൻസിനെ നമ്മൾ എന്ത് ചെയ്യും? ഡിസ്കണക്ഷൻ, മനസ്സിലായോ? ഡിസ്കണക്ട് ചെയ്യും നമ്മുടെ ക്യാരക്ടറുണ്ട്. അപ്പൊ എപ്പോഴും 80-20 പ്രിൻസിപ്പിൾ നമ്മുടെ മൈൻഡിലേക്ക് കൊണ്ടുവരാനായിട്ട് നമുക്ക് പറ്റണം. ഇതാണ് മെയിൻ ആയിട്ട്. എല്ലാവരും ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഒരാളോട് സംസാരിക്കുന്ന സമയത്ത് ഒരു പടി എനർജി കൂടുതൽ കൊടുക്കാൻ നമുക്ക് പറ്റിക്കഴിഞ്ഞാൽ അവിടെയാണ് നമ്മുടെ വിജയം. അതിന് നമ്മൾ എന്ത് വേണം? ഒരാളെ സന്തോഷിപ്പിക്കാൻ എന്താ ചെയ്യണ്ടേ? അപ്പുറം നിൽക്കുന്ന ഒരാളെ സന്തോഷിപ്പിക്കാൻ എന്താ ചെയ്യണ്ടേ? പരമാവധി ക്രിട്ടിസൈസ് ചെയ്യാതിരിക്കാം. അവരെ സംബന്ധിച്ച് ബോഡി ഷേമിങ് ചെയ്യാതിരിക്കുക.
ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, ഏറ്റവും 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 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, നീ എന്താണ് മെലിഞ്ഞല്ലോ, നീ ആകെ തടിച്ചല്ലോ, നീ ആകെ എന്താ പറയാ കരിവാളിച്ചല്ലോ, കത്തി കരിവാളിച്ചേക്കണു, എന്താ പറ്റിയ നിനക്ക്, മുടിയൊക്കെ ആകെ പോയാ, മുടി മൊത്തം നിരച്ചാ, ഇങ്ങനൊക്കെ. അതായത് ഓരോ ആളുകള് തൊട്ടപ്പുറത്ത് നിൽക്കുന്ന ആളുകളോട് പറയണ വൃത്തികെട്ട ശീലം, ആ ശീലം നമുക്കോ നമുക്ക് വേണ്ടപ്പെട്ട ആളുകൾക്കോ ഉണ്ടെങ്കിൽ അവിടെ വെച്ച് നമ്മൾ സ്റ്റോപ്പ് ചെയ്യിക്കണം. കാരണം ബോഡി ഷെയ്മിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളെ തച്ച് തകർക്കാൻ പറ്റുന്ന ഒരു സാധന, അത് നമ്മൾ ചെയ്യരുത് എന്നുള്ളതാ. മനസ്സിലായോ? അപ്പൊ നമ്മളെ സംബന്ധിച്ച് അപ്പുറത്ത് നിൽക്കുന്ന ആളുകളെ കുറ്റപ്പെടുത്താനും വിമർശിക്കാനും നമ്മൾ ആരാ, നമുക്ക് എന്ത് യോഗ്യതയുള്ള? അപ്പുറത്ത് നിൽക്കുന്ന ആളുകള് അവരുടേതായിട്ടുള്ള ഒരു ജന്മമുണ്ട് അല്ലേ, പടച്ചോൻ ഓരോരുത്തർക്കും കൊടുത്തിട്ടുള്ള കഴിവ്, ഓരോരുത്തർക്കും കൊടുത്തിട്ടുള്ള ബുദ്ധി, ഓരോരുത്തർക്കും കൊടുത്തിട്ടുള്ള രൂപം, അവരുടേതായിട്ടുള്ള ആ ഒരു ഇതിൽ അവർക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ പെരുമാറാൻ പറ്റുള്ളൂ, ബിഹേവ് ചെയ്യാൻ പറ്റുള്ളൂ. എന്നിട്ട് അതിനെ വിമർശിക്കാൻ ഇപ്പുറത്ത് നിൽക്കുന്ന ആൾക്ക് ചിലപ്പോൾ ഒരു പക്ഷെ അവരെക്കാൾ ബുദ്ധി ഉണ്ടായിരിക്കും, അവരെക്കാൾ ചിലപ്പോൾ ഒരു തരി കഴിവുണ്ടായിരിക്കും എന്ന് കരുതിയിട്ട് നമ്മൾ ഇതൊന്നും ചെയ്യാൻ പാടില്ല. വിമർശിക്കുക, ബോഡി ഷേമിങ് ചെയ്യാം, വലിയ വിട്ടുകൊടുത്തോ ആ സാധനം നമ്മൾ ലൈഫിൽ കൊണ്ടുവരണ്ട. ഞാൻ ഇന്നലെ നേരത്തെ പറഞ്ഞ പോലെ കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം ഉണ്ട്. എനിക്ക് നീ നന്നാവണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹമുണ്ട്, അത് നിനക്കും അറിയാം, എനിക്ക് നീ വളരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് തോന്നുന്ന ആൾക്കാരോടെ കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞു, അപ്പുറത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ അറിയില്ല, എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെന്ന് അറിയാത്ത ഒരാളോട് പോയിട്ട് ഞാൻ കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം പറഞ്ഞാൽ പോലും അവിടെ പ്രശ്നമാണ്. അപ്പൊ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് ഉള്ള ആളുകളോട് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നല്ല രീതിയിൽ വിമർശിക്കാൻ പറ്റുള്ളൂ. അല്ലാത്ത ആൾക്കാരോട് എന്ത് വേണം, അവിടെ ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കുക. പിന്നെ നമുക്ക് എന്ത് കൊടുത്താലാ, അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ കൊടുത്താൽ തന്നെ എനർജി ലോ ആവാണ്ട് അവരെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. നമ്മൾ ഒരാളെ കാണുന്നേക്ക് അല്ലോ എന്തൊക്കെ വിശേഷം, സുഖാണോ എന്നൊക്കെ ചോദിച്ചാൽ ക്ഷണിച്ചല്ലോടി എന്ന് പറയുന്ന സമയത്ത് പോയി താത്തോട്ട് നമ്മളെ ആ ഒരു എനർജി ലെവൽ ഒരു ഗ്രാഫാക്കി എടുക്കുകയാണെങ്കിൽ ഒറ്റയടിക്ക് താത്തേക്ക് പോയി. അവരെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് എങ്ങനെയാ പറ്റാ? വിട്ടു പോയ വാക്ക് നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ല. നമ്മൾ എത്രമാത്രം മുറിവേൽക്കണ സാധനം എന്ന് അറിയാം. അപ്പൊ അത് വളരെ കെയർഫുൾ ആയിട്ട് എന്ത് വേണം, നമ്മൾ ആ കാര്യങ്ങൾ സൂക്ഷിക്കുക എന്നുള്ളത്. അപ്പൊ നമ്മളെ നോർമലിൽ നിൽക്കുന്ന ഒരാളെ എനർജി ഒന്ന് കൂട്ടണമെങ്കിൽ എന്താ ചെയ്യാൻ പറ്റുക? നമുക്ക് ഒരാളെ കാണുമ്പോൾ ഇഷ്ടമാണല്ലേ, നമ്മുടെ ഫ്രണ്ട് ആയിക്കോട്ടെ, ഏറ്റവും വേണ്ടപ്പെട്ട റിലേറ്റീവ് ആയിക്കോട്ടെ, ആരായിക്കോട്ടെ, കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ സന്തോഷം നമുക്ക് പ്രകടിപ്പിക്കാമല്ലോ. എന്തൊക്കെയുണ്ട് വിശേഷടാ, എത്ര നാളായി കണ്ടിട്ട്, സുഖല്ലേ നിനക്ക്, ഹാപ്പി അല്ലേ നീ, അങ്ങനെയൊക്കെ ചോദിക്കുന്ന സമയത്ത് ഒരുപടി എനർജി മുകളിലേക്ക് അല്ലെ, സ്നേഹം കിട്ടാ, കൺസിഡർ ചെയ്യാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും സുഖമുള്ള സാധനം. ഇതൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ എന്ത് വേണം, നമ്മൾ കൊടുക്കാൻ പഠിച്ചാലേ അത് എടുക്കാനും പറ്റുള്ളൂ എന്നുള്ളതാണ് പാഠം. ഓക്കെ. അപ്പൊ ഒരാളെ നമ്മൾക്ക് എന്താണ് ഒന്ന് പുകഴ്ത്തി പറയുമ്പോ, അവരൊന്ന് അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ, ഒന്ന് കൺസിഡർ ചെയ്യുമ്പോഴാണ് എനർജി മുകളിലേക്ക് കയറാം. നമ്മൾ ചെയ്യേണ്ടതും അതാണ്. കണക്ഷന്റെ ഭാഗമായിട്ട് ഒരാൾ നമ്മുടെ കൂടെയുള്ള ഒരാളെ സന്തോഷിപ്പിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ അവരെ എടുത്ത് പറയണേ. ഇപ്പൊ ഈ ക്ലാസ്സിലാണെങ്കിലും നമ്മൾ ഒരാളെ സ്പെഷ്യൽ ആയിട്ട് പേരെടുത്ത് പറയുമ്പോൾ അറ്റ്ലീസ്റ്റ് ആ ഒരാളുടെ എനർജി ലെവൽ കുറച്ചൊന്ന് കൂടും, ഇല്ലേ? അതേസമയം ഒരാളോട് നമ്മളിങ്ങനെ ഇങ്ങനെ പറയും, നമ്മളില്ലേ ഇന്ന് സൂപ്പർ ആയിട്ടുണ്ടല്ലോ, കാണാൻ അടിപൊളിയായിട്ടുണ്ടല്ലോ, നമ്മുടെ മനസ്സിൽ അവരുടെ മുഖത്തെ തെളിച്ചം, അവരുടെ മനസ്സിൽ അവരുടെ മൂഡ്, അതാണ്. വേറൊന്നും അതിനപ്പുറത്തേക്ക് വേറെ ഒന്നുമില്ല നമുക്ക്, അല്ലെ? നമ്മൾ എങ്ങനെയാ സ്നേഹം കാണിക്കുക? നമ്മൾ ഒരിക്കലും അവരുടെ ഫിസിക്കൽ അപ്പിയറൻസ് കണ്ടിട്ടല്ല ഒരാളെ സ്നേഹിക്കുന്നത്. ഒരാളെ സ്നേഹിക്കാൻ പറ്റില്ല കേട്ടോ. നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഒരു നല്ല സുഹൃത്ത് എന്ന് പറഞ്ഞാൽ ആ സുഹൃത്തിന്റെ ഉള്ളിലെ ഹൃദയമായിരിക്കും അവർ കണ്ടിട്ടുണ്ടാവുള്ളൂ. അവരുടെ മുഖത്ത് എന്ത് മാറ്റം വന്നു എന്ന് ചിലപ്പോൾ കാലങ്ങൾ എടുത്താൽ പോലും അറിയാൻ പറ്റില്ല. അവരുടെ മുഖത്ത് ചുളിവുകളോ മുടിയുടെ നരയോ ഇതൊന്നും അപ്പുറത്ത് നിൽക്കുന്ന ആളുടെ കണ്ണിൽ പെട്ടിട്ടുണ്ടാവില്ല. അവരുടെ മനസ്സിലൊരു ചെറിയ വിഷമം വന്നാലോ എക്സ്ട്രാ സന്തോഷം വന്നാലോ അപ്പൊ നമ്മൾ ആ പൾസ് അറിയാൻ പറ്റണം. അതാണ് യഥാർത്ഥ സുഹൃത്ത്. കണക്ഷൻ വേണോ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ, ഒരാളുടെ എനർജി ലെവലിനെ കൂട്ടാൻ ശ്രമിക്കുക, അവരെ കൺസിഡർ ചെയ്യുക, അവരെ അപ്രീഷിയേറ്റ് ചെയ്യുക. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ, സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ, നീ ചെയ്തത് ഭയങ്കര സംഭവമാണ് കേട്ടോ, നന്നായിട്ടുണ്ട് കേട്ടോ, നിന്നെ കാണാൻ വേണ്ടി കേട്ടോ, നീ പറഞ്ഞത് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ, നീ ആ സമയത്ത് അത് പറഞ്ഞത് എന്ത് രസമായിരുന്നു. ഇങ്ങനെ ഒരാളെ ടാസ്ക് ഉണ്ട് നിങ്ങൾക്ക്. അതായത് ഒരു ദിവസത്തിൽ ഇത്ര പേരെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യാന്നുള്ളത്, സത്യം പറഞ്ഞാൽ നമുക്ക് ആരെയും അപ്രീഷിയേറ്റ് ചെയ്യാന്നുള്ള ചിന്ത പോലും ഇല്ലാത്ത ആളുകളാണ് നമ്മളിപ്പോ. ഇപ്പോഴത്തെ സെൽഫിഷ് ആയിട്ടുള്ള മനുഷ്യന്മാരുടെ ഒരു അവസ്ഥയാണ്. ഒരാളെയും കൺസിഡർ ചെയ്യില്ല, ഒരാളോടും ഒരു നല്ല വാക്ക് പറയില്ല, പറഞ്ഞാൽ എന്തെങ്കിലും നഷ്ടപ്പെട്ടാലോ എന്നുള്ള ചിന്തയാ. അപ്പൊ നമുക്കൊന്നും നഷ്ടപ്പെടല്ല ചെയ്യാ. നമ്മളിങ്ങനെ പൂ പോലെ നല്ല അപ്പുപ്പന്താടി പോലെ നേർത്ത കനം കുറഞ്ഞ ഹൃദയമായിട്ട് ഇങ്ങനെ പാറി പറക്കാൻ പറ്റണം. അല്ലാണ്ട് ഈ അസൂയ കൊണ്ടും എന്താ പറയാ ദേഷ്യം കൊണ്ടും പക കൊണ്ടും സങ്കടം കൊണ്ടും ഹെവി ആയിട്ട് പൊന്താൻ പറ്റാത്ത ഹൃദയമല്ല, നിർമ്മലമായിട്ടുള്ള ഹൃദയമാകണം. മനുഷ്യനാണ് അസൂയ വരാം, ദേഷ്യം വരാം, സങ്കടം വരാം. ഇതിനൊക്കെ നമ്മൾ മാറ്റാനുള്ള സൊല്യൂഷൻ കണ്ടിട്ട് നമ്മൾ എന്താണ് സഹജീവികളോട് ഏറ്റവും കാരുണ്യമുള്ള, സ്നേഹമുള്ള, നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന, നല്ല കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന അങ്ങനത്തെ ആളുകളായിട്ട് നമുക്ക് മാറാൻ പറ്റണം. എന്ത് തോന്നുന്നു നിങ്ങൾക്ക്? അങ്ങനെ പറ്റും എന്നൊരു തോട്ട് വരുന്നില്ലേ നിങ്ങൾക്ക്? ഇത് ഞാൻ പറഞ്ഞു, ഈ ക്ലാസ് ഒരിക്കലും എന്തല്ല ഒരു തിയറി ക്ലാസ് അല്ല. നിങ്ങൾ ഇതിനു മുമ്പ് ഒരുപാട് ക്ലാസ്സുകൾ കേട്ടിട്ടുണ്ടാവും. ക്ലാസ് കേട്ട് അത് ഒരു ഭാഗത്തോടെ കേട്ടു, ഒരു ഭാഗത്ത് നമ്മൾ എത്ര സമയം കേട്ടു, അതൊക്കെ നിങ്ങൾ ആരൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്? ഇത് പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യമാണ്. ഇത് നമ്മൾ വേറൊരു വഴിക്ക് പോണ ആളെയാണ്. വേറിട്ട വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർ ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു
ഒരിത്തിരി സ്ട്രെയിൻ ഉണ്ട് അല്ലേ? അതിനുവേണ്ടി നമ്മൾ ശ്രമിക്കുകയാണ്. നമ്മൾ ഇനി തിരുത്തപ്പെടേണ്ടതാ. നമ്മളെല്ലാം മാറ്റി 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 കൊണ്ടുവന്നിട്ട് നമ്മുടെ ക്യാരക്ടറിനെ, നമ്മുടെ നമ്മുടെ എന്താ പറയാ സ്വഭാവത്തിനെ, നമ്മളുടെ ആത്മാവിനെ, നമ്മുടെ മനസ്സിനെ, നമ്മുടെ ശരീരത്തിനെ ഒക്കെ അങ്ങ് പ്യൂരിഫൈ ചെയ്ത് കൊണ്ടുവരാൻ നമുക്ക് പറ്റിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് തുടങ്ങും നമ്മളുടെ ജൈത്രയാത്ര. സെറ്റല്ലേ? എന്തെങ്കിലും പറയാനുണ്ടോ? ഓക്കെ, അപ്പൊ ശരി, നമുക്ക് നാളെ കാണാം.